ചിരിച്ചിരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലെ സംഹൃതങ്ങളായി ചമയും എന്നോ നിശ്ചയമത്രയല്ലോ ആകുന്നത്. എന്നതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതമർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. അതേ ഈ മനുഷ്യർക്കത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാലായതൊക്കവയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തിങ്കലേ. മനുഷ്യജന്മത്തെ ലഭിപ്പൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച പാർവക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. സ രാമചന്ദ്ര വാഹ്പായാൽ അവണ്ണമെല്ലാം ഇരിക്കുന്ന രാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആധിഭൗതികങ്ങളായും ആധിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായിട്ടും ഉണ്ടാകുന്ന സങ്കടങ്ങളെ ആ സകലവും തന്നെ യഥാവലെ ദൂരത്തിങ്കൽ നീക്കിക്കളഞ്ഞ് ഇഹലോകത്തിങ്കൽ സൗഖ്യത്തെയും പരലോകത്തിങ്കലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ? രാമചന്ദ്ര അവണ്ണമെല്ലാം ഇരിക്കുന്ന രാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ആര്? രാമചന്ദ്രനോ? എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? സൂര്യവംശാലങ്കാരഭൂതനായി ദശരഥാത്മജനായി സീതാവല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തന്നെയാകുന്നത് ഇവിടെ ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. ആയതുകൊള്ളാം. നല്ല ശിക്ഷാ വഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തന്ത്രിവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന രാമചന്ദ്രൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് സൂര്യവംശാലങ്കാരഭൂതനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ സീതാന്വേഷണത്തിനായിക്കൊണ്ട് 4 ദിക്കിലേക്കും വാനരന്മാരെ നിയോഗിച്ച സമയത്തിങ്കൽ തെക്കേ ദിക്കിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ശ്രീ ഹനുമാനെ സമീപത്തിങ്കൽ വിളിച്ച് അങ്കുലീയം കൊടുത്ത് അടയാളവാക്കും അറിയിച്ച സമയത്തിങ്കൽ ഹനുമാൻ അങ്കുലീയധാരിയായി ഭഗവാനെ വന്ദിച്ച് അവിടെ നിന്നും പുറപ്പെട്ട് വാനര സൈന്യങ്ങളോടുകൂടെ സീതാദേവിയെ ഓരോരോ പ്രദേശങ്ങളിൽ അന്വേഷിച്ച് സഞ്ചരിച്ച് സമുദ്രം അതിക്രമിച്ച് ലങ്കയെ പ്രാപിച്ച് അശോകവനികോദ്യാനത്തിങ്കൽ ശിംശപാമൂലഭാഗത്തിങ്കൽ സശോകമാനസയായിരിക്കുന്ന സീതാദേവിയെ കണ്ടുവന്ദിച്ച് അങ്കുലീയം കൊടുത്ത് അടയാളവാക്കും അറിയിച്ച സമയത്തിങ്കൽ പ്രത്യഭിജ്ഞാനമായി സീതാദേവി കൊടുത്തിരിക്കുന്ന ചൂടാരത്നത്തെ സ്വീകരിച്ച് സീതാദേവിയെ വന്ദിച്ച് അവിടെ നിന്നും പുറപ്പെട്ട് ഉദ്യാനഭഞ്ജനം ചെയ്യുക ഹേതുവായിട്ട് കുപിതന്മാരായി വന്നിരിക്കുന്ന ഉദ്യാനപാലകന്മാരെ നിഗ്രഹിച്ച് സപ്തമന്ത്രികുമാരന്മാരെ ഹനിച്ച് പഞ്ചസേനാപതികളെ വധിച്ച സമയത്തിങ്കൽ അക്ഷകുമാരനെയും നിഗ്രഹിച്ച സമയത്തിങ്കൽ അതികുപിതനായി വന്നിരിക്കുന്ന ഇന്ദ്രജിത്തും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധം ചെയ്ത് ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രത്താൽ ബദ്ധനാഭൂതം ചെയ്ത് രാക്ഷസന്മാർ ഹനുമാനെ ബന്ധിച്ച് രാവണപുരോഭാഗത്തെ പ്രാപിച്ച അവസരത്തിങ്കൽ രാക്ഷസരാജാവ് രാവണന്റെ അവസ്ഥയാകട്ടെ. സോയം ദശകം ധരമന്തകാരിലീ
അതിതോലന പരീക്ഷിത ബാഹുവീര്യം വന്ദീകൃതേന്ദ്രപുരവാരവധൂകരാഗ്രവ്യാധൂതചാമരമരുച്ചലിതോത്തരീയം സ അയം ദശകന്ധരം ദദർശ. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഹനുമാൻ ദശകന്ധരനെ ദർശിച്ചു. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഹനുമാൻ എന്ന് പറഞ്ഞാൽ ആരാ? വായുപുത്രനായിരിക്കുന്ന ശ്രീ ഹനുമാൻ, ശ്രീരാമചന്ദ്രന്റെ ദൂതനായിരിക്കുന്ന ആ ഹനുമാൻ രാവണനെ വളരെ ഭംഗിയായിട്ട് കണ്ടു. ഏതവസരത്തിലാണ് എന്നാണെങ്കിൽ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടി 4 ദിക്കിലേക്കും വാനരന്മാരെ പറഞ്ഞയക്കലുണ്ടായല്ലോ. ആ പറഞ്ഞയച്ച അവസരത്തില് ആ ഹനുമാനെ സമീപത്തേക്ക് വിളിച്ചു. ഹനുമാൻ, ഇതെന്താ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കണത്? അങ്കിടും തിരിഞ്ഞു നോക്കാനല്ല പറഞ്ഞത്, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ആ ഹനുമാനെ സമീപത്ത് വിളിച്ചു. ഹനുമാന്റെ കയ്യിൽ അങ്കുലീയം കൊടുത്തു, അടയാളവാക്കും പറഞ്ഞറിയിച്ചു. ഇത് സീതയെ കാണുകയാണെങ്കിൽ ആ സീതയ്ക്ക് കൊടുക്കണം. ആ ഹനുമാൻ അങ്കുലീയം സ്വീകരിച്ചു, അടയാളവാക്കും ശ്രവിച്ച് ഭഗവാനെ വന്ദിച്ച് പല ദിക്കിലും സീതാദേവിയെ അന്വേഷിച്ചു സഞ്ചരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലങ്കയില് ദേവി ഉണ്ട് എന്നുള്ള വൃത്താന്തം കഥ അറിയാനായിട്ട് സാധിച്ചുല്ലോ. പിന്നെ എന്താ ഉണ്ടായത്? ഹനുമാൻ സമുദ്രം അതിക്രമിച്ച് ലങ്കയിൽ ചെന്നു, ദേവിയെ കണ്ടു, കൊടുക്കാനുള്ളത് കൊടുത്തു, പറയാനുള്ളത് പറഞ്ഞു, മേടിക്കാനുള്ളത് മേടിക്കുകയും ചെയ്തു. എന്താ ഇത്ര മേടിക്കാനുള്ളത്? വേറൊന്നുമല്ല, അങ്കുലീയം ആ ദേവിയുടെ കയ്യിൽ ഹനുമാൻ കൊടുത്തുല്ലോ. ദേവിയെ വളരെ ഭംഗിയായിട്ട് വന്ദിച്ചു. അല്ലേ ദേവി, പ്രസാദിക്കണേ പ്രസാദിക്കണേ, ഞാൻ അങ്ങയുടെ ആര്യപുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ദൂതനാണ്. എൻ്റെ അച്ഛൻ്റെ പേര് വായു എന്നാണ്, അടിയന്റെ നാമധേയം ഹനുമാൻ എന്നാണ് എന്ന് പറഞ്ഞ് അങ്കുലീയം ദേവിക്ക് കൊടുത്തു. അടയാളവാക്കും പറഞ്ഞറിയിക്കലുണ്ടായി. പറഞ്ഞറിയിച്ചതിൻ്റെ ശേഷം പ്രത്യഭിജ്ഞാനായിട്ട്, പ്രത്യഭിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഹനുമാൻ സീതയെ കണ്ടു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തായിട്ട് എന്താ ദേവി ചെയ്യലുണ്ടായത്? ദേവിയുടെ ശിരസിൽ അലങ്കരിച്ചിരിക്കുന്ന ചൂടാരത്നം അത് ഹനുമാന്റെ കയ്യിൽ കൊടുത്തു. ഹനുമാൻ, ഇത് എൻ്റെ ആര്യപുത്രന് കൊടുക്കണം. ദേവി കൊടുത്തിരിക്കുന്ന ചൂടാരത്നം സ്വീകരിച്ച് ദേവിയെ വന്ദിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അതാണ് അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഹനുമാൻ എന്ന് പറയലുണ്ടായത്. അതിന്റെ ശേഷം എന്താ ഉണ്ടായത്? ഹനുമാന് തോന്നി, ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയാൽ നേരെയാവില്ലല്ലോ. കാര്യം ഇത് രാത്രികാല പന്തിയല്ലാതെ കണ്ടുള്ള സമയം. ഈ സമയത്ത് ഞാനിവിടെ വന്നത് എനിക്കും സീതാദേവിക്കും അല്ലാതെ കണ്ട് മറ്റാർക്കും അറിയില്ല. അപ്പൊ നേരം പ്രഭാതാവുമ്പോ ഞാൻ ദേവിയെ അന്വേഷിച്ച് ഇവിടെ ലങ്കയിൽ പല ദിക്കിലും നടന്നിട്ടുണ്ടല്ലോ. നേരം പ്രഭാതാവുമ്പോളാ ഇതെന്താ ഇവിടെ ചിലത് കാണണത്? എൻ്റെ മുഖത്തേക്കല്ല, അങ്ങോട്ട് നോക്ക്. അത് ഏതോ ഒരു ജന്തുവിൻ്റെ കാലടിയാണല്ലോ. ഇത് ഏത് ജന്തു അത്? അങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലാവണത് ഒരു കുരങ്ങൻ്റെയാ. കുരങ്ങനോ? ഇത് എന്തിനാ കുരങ്ങൻ ഇവിടെ വന്നത്? വേറെ ഒന്നുമല്ല, ആ കുരങ്ങൻ എവിടേക്കാ പോയത് നോക്കൂ. അശോകവനികയിലേക്ക് ആ സീതയെ കാണാൻ വേണ്ടി പോയതാ. എടോ, ഒരു കുരങ്ങൻ സീതയെ കാണാൻ വേണ്ടി എന്തിനാ അവിടെ വന്നത്? വേറൊന്നുമല്ല, നമ്മുടെ സ്വാമി രാവണസ്വാമി ആ സീത എവിടുന്നാ കൊണ്ടുവന്നത്? സീതയെ കൊണ്ടുവന്നത് ഒരു കാട്ടുന്നല്ലേ കൊണ്ടുവന്നത്. അതെ. അപ്പൊ ആ കാട്ടിൽ വെച്ചിട്ട് ഈ സീതയും ഈ കുരങ്ങനായിട്ട് ബഹുലോഹ്യം. ആ സമയത്താണ് ആ രാവണൻ അങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ആ കുരങ്ങൻ അവിടെ ഇരിക്കപ്പെടുത്തിയില്ല. ആ സീതയെ കാണാൻ വേണ്ടി എങ്ങനെയൊക്കെയോ സമുദ്രം ചാടി ഇവിടെ വന്നിട്ട് രാത്രി കാലത്തിൽ നമ്മളെ കാണാനുള്ള പേടി കാരണം പെടുത്ത് സീതയെ കണ്ടുപിടുത്ത് അങ്ങോട്ട് ചാടിപ്പോയി. കഷ്ടം. ഒരു അപഖ്യാതി അല്ലേ ഉണ്ടാവുക? ഒരു ചീത്തപ്പേരല്ലേ ഉണ്ടാവുക? അങ്ങനെ ഒരു ചീത്തപ്പേര് കൂടാതെ കണ്ടിരിക്കുകയല്ലേ വേണ്ടത്? അതിനെന്താ, എനിക്ക് മാത്രമല്ല എൻ്റെ സ്വാമി രാമചന്ദ്രനും കൂടിയും രാമായണം കഥയ്ക്ക് തന്നെ അതൊരു കോട്ടായിട്ട് ഭവിക്കൂലോ. അതുകൊണ്ട് എന്താ വേണ്ടത്? ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കണ്ടതിൻ്റെ ശേഷം ആവാൻ പോവുക. ആരാ ലങ്കയിൽ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളത്? വേറെ ആരുമല്ല, രാക്ഷസരാജാവ് രാവണൻ. ആ രാവണനെ കണ്ടതിൻ്റെ ശേഷം ഇവിടുന്ന് പോയാൽ ആളുകൾ അതെന്തും പറയില്ലല്ലോ.
ഇതിപ്പോ എവിടെയാ രാവണനുള്ളത്? ഏത് ഭാഗത്തു കൂടെ പോയാൽ ആ രാവണനെ കാണാനായിട്ട് സാധിക്കുക? അതൊന്നും ഹനുമാൻ അറിയില്ല. അപ്പൊ ഹനുമാൻ ഒരു യുക്തി തോന്നി. താൻ എവിടെയാ നിൽക്കണത്? അശോകവനിക. ഈ ഉദ്യാനം ഇതങ്ങോട്ട് നശിപ്പിക്കുക. അങ്ങനെ നശിപ്പിച്ചാൽ രാവണനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. കാര്യം ഈ രാവണൻ സ്വർഗത്തിൽ നിന്നും പല കൽപ്പകവൃക്ഷ തൈകള് അവിടുന്ന് വേര് പൊട്ടാതെ കണ്ട് അവനോൻ തന്നെ കുത്തി പറിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നട്ട് നനച്ച് വളർത്തി വലുതാക്കിയിട്ടുള്ളതാണ് ഇവിടുത്തെ ഓരോ വൃക്ഷങ്ങളും. മാത്രമല്ല സ്വർഗത്തിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് മുഴുവൻ ആ ലങ്കയിലുണ്ട്. ഈ നല്ല ഉദ്യാനം ഇതങ്ങോട്ട് നശിപ്പിച്ചാൽ ഉദ്യാനപാലകന്മാരെൻ്റെ അടുത്ത് എന്നെ രാവണന്റെ അടുത്തേക്ക് കൊണ്ടുപോകും ഇല്ലേ? കാര്യം നല്ല നല്ല പ്രവൃത്തി ചെയ്തിട്ട് വല്ലവരും അറിയണ്ടോ? ഒരാളും അറിയില്ല. നമ്മൾ എത്രയോ നല്ല പ്രവൃത്തികൾ ചെയ്യണ്ട്, ഒരാളും അത് കണ്ടുവെന്നടിക്കില്ല, കേട്ടുവെന്നടിക്കില്ല. നീ ചില ഏട്ടത്തരം കാണിക്കാൻ പുറപ്പെട്ടു നോക്കൂ. എന്തെങ്കിലും ബന്ധിയല്ലാതെ കണ്ടുള്ള ഒരു പ്രവൃത്തി അങ്ങോട്ട് ചെയ്താൽ ചെയ്യുമ്പോഴേക്ക് മറ്റോടത്ത് അങ്ങോട്ട് അറിയും. അപ്പൊ ഉദ്യാനം നശിപ്പിച്ചാൽ ഉദ്യാനപാലകന്മാരെന്നെ രാവണന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോ തനിക്ക് രാവണനെ കാണാലോ എന്ന് വിചാരിച്ച് ആ ഹനുമാൻ ഉദ്യാനം മുഴുവൻ നശിപ്പിച്ചു. ആ നശിപ്പിച്ച അവസരത്തില് കുപിതന്മാരായി വന്നിരിക്കുന്ന ഉദ്യാനപാലകന്മാരെ നിഗ്രഹിച്ചു, സപ്തമന്ത്രികുമാരന്മാരെ ഹനിച്ചു, പഞ്ചസേനാപതികളെ വധിച്ചു, രാവണപുത്രൻ അക്ഷന്റെ കഥയും കഴിച്ചുല്ലോ. ഇത്രയായപ്പോ ആ രാവണൻ കേട്ടു, എന്ത് ഒരു കൊരങ്ങൻ ചാടി വന്ന് ഈ തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തു എന്നോ? ആരാവണേ? നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പരിങ്ങി നടക്കണത്? ഇന്ദ്രിയത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയാ. ആളെ പറഞ്ഞയച്ചു. ഇന്ദ്രിയത്ത് വന്നു. ഉണ്ണി ഇന്ദ്രിയത്ത് കുറച്ച് വരാൻ വൈകിയില്ലേ? അതാണ് ഈ പന്തി. അല്ലാതെ ഇതൊക്കെ ഇപ്പോഴല്ലാതെ അടങ്ങേണ്ടത്. ലേശം ഒരു അമാന്തായോ എന്നൊരു സംശയം ഇല്ല. എന്തായാലും കാര്യം ഇപ്പോഴെങ്കിലും വന്നത്. ഉണ്ണി ഇങ്ങോട്ട് വന്നോട്ട് വേണം അതങ്ങോട്ട് തടങ്ങാതിരിച്ചിട്ടാണ് ഇവിടെ കാത്തിരിക്കലുണ്ടായത്. ഒരു കാര്യമുണ്ട്, ആ കൊരങ്ങനെ ജീവനോടുകൂടി എൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് എത്തിക്കണം. എന്താ പറ്റില്ലേ? അച്ഛാ കൽപ്പന ഉണ്ടെങ്കിൽ കൂടാണ്ട കഴിയില്ലല്ലോ. ആ ഇന്ദ്രജിത്ത് അവിടുന്ന് പുറപ്പെട്ടപ്പോൾ രാക്ഷസന്മാർക്ക് സന്തോഷമായി. കാര്യം ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ ആളൊപായക്കാരനല്ല, നിസ്സാരക്കാരനല്ല. എന്താ പേര്? ഇന്ദ്രജിത്ത് എന്നാ. ദേവശ്രേഷ്ഠനായിരിക്കുന്ന ഇന്ദ്രനെ ജയിക്കുക കാരണമാണ് ഇന്ദ്രജിത്ത് എന്നുള്ള നാമധേയം പേര് തന്നെ കിട്ടിയിട്ടുള്ളത്. അവിടുന്ന് പുറപ്പെട്ടു. ഇന്ദ്രജിത്ത് വിജയിക്കട്ടെ, കുമാരൻ ഇന്ദ്രജിത്ത്, ഇന്ദ്രജിത്ത് കുമാരൻ വിജയിക്കട്ടെ, ഇന്ദ്രജിത്ത് 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 ഘോഷമായിട്ട് പുറപ്പെട്ടു. അവിടുന്ന് ഹനുമാന്റെ സമീപത്ത് ചെന്നു. അന്യോന്യം യുദ്ധം തുടങ്ങിയപ്പോഴാണ് എന്താ ഉണ്ടായത്? ആ ഇന്ദ്രിയത്തിന് മനസ്സിലായി സാധാരണ ആയുധങ്ങളെ കൊണ്ടൊന്നും ഈ കുരങ്ങന്റെ കഥ കഴിക്കാൻ പറ്റില്ല, ദിവ്യായുധങ്ങൾ എന്തെങ്കിലും പ്രയോഗിക്കണം എന്ന് വിചാരിച്ച് ആവനാഴിയിൽ നിന്നും ശരം വലിച്ചെടുത്ത് ബ്രഹ്മാസ്ത്രത്തിന്റെ മന്ത്രം അഭിമന്ത്രിച്ചും കൊണ്ട് ഹനുമാന്റെ നേരെ തൊടുത്തുകൊണ്ട് പറഞ്ഞു, എടാ വാനരം, എന്നോടാ പറയണത്, ഞാൻ ആ ബ്രഹ്മാസ്ത്രമാണ് പ്രയോഗിക്കണത്. നിനക്ക് തടുക്കാൻ ശക്തി ഉണ്ടെങ്കിൽ തടുത്തോ. ചെവി മറിയേ വലിച്ചങ്ങോട്ട് പ്രയോഗിച്ചു. ആരെങ്കിലും ചെയ്യൂ? ഞാൻ 2 തരാൻ പോവാട്ടോ എന്ന് പറഞ്ഞിട്ടാണോ പ്രഹരിക്കുക? അടിക്കണം എന്ന് തോന്നിയ കയ്യങ്ങിട്ട് തിരുമ്പുക, കൊടുക്കുക. അല്ലാണ്ട് അനുവാദം ചോദിച്ചിട്ട് ആരെങ്കിലും അടിക്കാൻ പുറപ്പെടുവോ? ഇതെന്താ ദിവ്യായുധ പ്രയോഗിക്കണതേ. ദിവ്യായുധങ്ങൾ പ്രയോഗിക്കുമ്പോ ഇന്ന ഇത് പറഞ്ഞിട്ട് വേണം എന്നുണ്ട്. ആ ഹനുമാൻ കണക്കാക്കി, തനിക്ക് ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ആയുധം പേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബ്രഹ്മാസ്ത്രം മാത്രമേ ഉള്ളൂ. അത് ബ്രഹ്മാവിന്റെ ശാപ. 3.25 നാഴിക നേരം ആയുധത്തിന് അധീനനാവണം. ഹനുമാൻ അവിടെ ഇളകാണ്ട് നിന്നപ്പോ ആ ഇന്ദ്രജിത്ത് പ്രയോഗിച്ചിരിക്കുന്ന ശരം ഹനുമാന്റെ ശരീരത്തിൽ വന്ന് തട്ടി. രാക്ഷസന്മാര് തന്നെയാ നോക്കണത്. കൊരങ്ങന്റെ കഥപ്പ കഴിയും. ഇന്ദ്രജിത്ത് കുമാരൻ ബ്രഹ്മാസ്ത്രാണ് എടുത്തു ശരമെടുത്തു, തൊടുത്തു, പ്രയോഗിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഹനുമാന്റെ ശരീരത്തിൽ വന്ന് ആ ശരം തട്ടി ഹനുമാൻ മോഹാലസ്യപ്പെട്ട് ചാട്ടാപ്പാടത്. കഴിഞ്ഞു, കൊരങ്ങന്റെ കഥ കഴിഞ്ഞു. ഇന്ദ്രജിത്ത് കുമാരൻ വിജയിക്കട്ടെ, ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത്. സന്തോഷായി. നോക്കുമ്പോ ഇന്ദ്രജിത്ത് പറഞ്ഞു, ഇങ്ങനെ പരിങ്ങി നിൽക്കാതെ കണ്ട കൊരങ്ങനെ പിടിച്ചു കെട്ടി അച്ഛന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക. ഇത് പറയാനൊക്കെ എളുപ്പാ. കൊരങ്ങനെ പിടിച്ചു കെട്ടി തിരുമുമ്പിലേക്ക് രാവണസ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാന്ന്. ഇത് കെട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിനോടൊക്കെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കെട്ടിയോരൊക്കെ അവിടെ പോയിട്ടായിരിക്കണതേ. കെട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ അടുത്തേക്ക് ചെല്ലണം, വേണ്ടേ? അതൊക്കെ പണ്ട്
അപ്പോൾ അതൊക്കെ ബാക്കിയുള്ളവർ കഴിച്ചോളുന്നാ കേൾക്കണത്. അങ്ങനെയല്ല വേണ്ടത്. കെട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അടുത്തേക്ക് ചെല്ലുമ്പോൾ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ആ കുരങ്ങൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഒരു കടി ആ മൂക്ക് കുരങ്ങൻ്റെ വായിലാവും. അപ്പൊ എന്താ വേണ്ടത്? അങ്ങനെ പരിങ്ങി നിൽക്കണതിൻ്റെ ഇടയിലാണ് ഒരു വിദ്വാൻ ഇങ്ങോട്ട് വന്നോലും ഇങ്ങോട്ട് മാറോ ഇങ്ങോട്ട്. എന്താ ഇവിടെ പരിങ്ങി നിൽക്കണത്? പരിങ്ങി നിൽക്കണത് വേറെ ഒന്നുമല്ല, ഈ കുരങ്ങനെ പിടിച്ചു കെട്ടി രാവണസ്വാമിയുടെ അടുത്തേക്ക് അങ്ങോട്ട് എത്തിക്കണം. അത്രയല്ലേ വേണ്ടു? അത്ര തന്നെ വേണ്ടു. ഞാൻ നേരെയാക്കാം. ഇങ്ങോട്ട് മാറുക, ഇങ്ങോട്ട് നീങ്ങടോ. ഇങ്ങോട്ടേ ഹനുമാൻ അവിടെ കിടക്കുകയാണല്ലോ. അപ്പോൾ കുരങ്ങ നീ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ കടന്നോട്ടോ, എന്നെ ഉപദ്രവിക്കാനൊന്നും അല്ല എന്ന് പറഞ്ഞ ഹനുമാന്റെ വാലുമ്പിലൊന്ന് പോയി തൊട്ടു. എന്താ ഇളകണില്ല? കുരങ്ങൻ്റെ കഥ കഴിഞ്ഞൂന്ന്. അതെങ്ങനെയായത് എനിക്ക് മനസ്സിലായത്? ഞാൻ വാലുമ്പിൽ തൊട്ടു നോക്കി. എടോ, തൊട്ടു നോക്കി കഴിഞ്ഞാൽ സിദ്ധി കൂടിയോ ചത്തുപോയോ എന്നൊക്കെ അറിയാനുള്ള പ്രാപ്തിയൊക്കെ തനിക്കുണ്ടോ? താൻ ഒരു കാര്യം ചെയ്യുക, വാലൊന്ന് പിടിച്ചിങ്ങോട്ട് വലിക്കടോ. കുരങ്ങൻ്റെയോ? അല്ലാടെ തനിക്ക് വാലുണ്ടോ? കുരങ്ങൻ്റെ വാലും ഇങ്ങോട്ട് പിടിച്ചു വലിക്കടോ. എടോ വലിച്ചു താൻ ധൈര്യമായിട്ട് വലിച്ചോളാ. തൻ്റെ പിന്നിൽ ഞങ്ങളുണ്ടെന്ന്. നല്ല പാകമില്ലേ? പിന്നിൽ ഞങ്ങളുണ്ടെന്ന്. ഇപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പിന്നിൽ നിൽക്കണോനാണ് ആദ്യം ഓടുക. ഈ പിടിച്ചോൻ അവിടെ അങ്ങനെ പിടിച്ചു നിൽക്കേണ്ടി വരും. എന്തിനു പറയണം? അവിടെ പിടിച്ച് വലിച്ചു നോക്കി. ഏട്ടോ കഴിഞ്ഞു. ഇന്ദ്രിയത്ത് തന്നെയാണ് നോക്കി നിൽക്കണത്. നീ എന്താ പരിങ്ങി നിൽക്കണത്? വേഗം അങ്ങോട്ട് കെട്ടി അച്ഛൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക. അങ്ങോട്ട് നോക്കുമ്പോൾ പല പല വള്ളികള്, പല പല ചങ്ങലകള് ഒക്കെ കൂട്ടി കെട്ടിയാ പിന്നെ എന്താ വേണ്ടത്? കെട്ടിയോൻ ചുമക്കണം. വേണ്ടേ? ഇപ്പം ആലോചിച്ചിട്ട് കാര്യമില്ല. അന്ന് ആലോചിക്കണത് ഇത് കെട്ടിക്കഴിഞ്ഞാൽ ചുമക്കേണ്ടി വരും എന്നുള്ളത്. ആവശ്യമില്ലാത്തതിനൊന്നും പോണ്ടാട്ടോ. കാര്യം ഇത് കെട്ടിയത് ഏറ്റാതെ കണ്ട് യാതൊരു ഇപ്പം ആർക്കും കെട്ടണമെന്നില്ലല്ലോ അല്ലേ? കാലം അതായിട്ടുണ്ട്. ആരൊക്കെ കെട്ടേണ്ടത്? ഞങ്ങളങ്ങനെ നിരീക്ഷിച്ചിട്ട് തന്നെ ഇല്ല എന്നാ പറയണത്. എന്താ ആയിക്കോട്ടെ. നോക്കുമ്പോഴാണ് എല്ലാവരും കൂടി ഇവിടെ ഏറ്റാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഭാരം ഏറ്റണ ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാ ശ്രദ്ധിച്ചോളൂ. അവർക്ക് എന്തെങ്കിലും ഒരു ശബ്ദം ഇല്ലാണ്ട് അത് പൊങ്ങില്ല. അതിപ്പോൾ മുഖത്തു കൂടെ വേണമെന്നില്ലേ, ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടെ പോയാൽ തന്നെ ധാരാളമായി. എല്ലാവരും കൂടിയിട്ട് ഇനി എന്താ ചൊറിഞ്ഞ് നിങ്ങൾക്ക് പൊക്കടാ ഇങ്ങട്. പിടിക്കുക, അവിടെ പിടിക്കുക, ഇങ്ങോട്ട് പിടിക്കണോ. തലയിലങ്ങോട്ട് ഏറ്റി ഹനുമാനെ തലയിലേറ്റി അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ ആദ്യം പോയി തൊട്ട വിദ്വാനായല്ലോ പ്രധാനി. അയാൾ അവിടെ പറയുന്നുണ്ട്, എല്ലാവരും ഞാൻ പറയണത് അങ്ങോട്ട് ശ്രദ്ധിച്ചു കേൾക്കുക. തിരുമുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മുകളിൽ കിടക്കണ സാധനത്തിനെ മുമ്പാക്കം തട്ടി പിന്നാക്കം കിട്ട് മാറണം. അത് ഹനുമാൻ കേട്ടു. എങ്ങനെയാ കേൾക്കണത്? ഹനുമാന്റെ കഥ കഴിഞ്ഞിട്ട് മോഹാലസി 3.25 നാഴികയുള്ളൂ ഹനുമാന് ബോധമില്ലാതെ കണ്ടിരിക്കില്ലേ. ഈ രാക്ഷസന്മാരെ അവിടുന്ന് പിടിക്കലും ഏറ്റലും കെട്ടലും കൊണ്ടുവരലായിട്ട് 3.25 നാഴിക നേരം അങ്ങോട്ട് കഴിഞ്ഞു. ഹനുമാന് ബോധം ഉണ്ടാവുമ്പോൾ ഈ വിദ്വാൻ പറയണതാ കേൾക്കണതേ. എന്താ അവര് പറയണത്? മുകളിൽ കിടക്കണത് എന്ന് പറഞ്ഞാൽ ഞാൻ, തിരുവുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഏട്ടകളുടെ തിരുവുമ്പ് ആ കൊള്ളരുതാത്തോൻ രാവണൻ. അപ്പം രാവണൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ മുമ്പാക്കം തട്ടി പിന്നെ എന്നെ കിഴിപ്പിട്ട് തട്ടിയിടാനാണോ അല്ലേ? അങ്ങനെ തട്ടിയിടണ്ട. എനിക്കിപ്പോൾ ബോധം ഉണ്ടായെന്ന് അറിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇവരെന്നെ ഇവിടെ അങ്ങോട്ടിട്ട് ഇവരങ്ങോട്ട് ഓടും. പിന്നെ രാവണന്റെ അടുത്ത് എത്ര വരെ ഞാൻ നടക്കണ്ടേ? അത്ര നേരെ ഏറ്റുകയാണെങ്കിൽ ഏറ്റിക്കോട്ടെ എന്ന് ഹനുമാനും കണക്കാക്കി. ഹനുമാൻ ഇളകാണ്ട് അവിടെ കടന്നു. ഈ രാവണന്റെ മുമ്പില് എത്താറായ അവസരത്തിൽ ഈ ഭാരം ഏറ്റണ പോലെ തന്നെ അവർക്ക് തട്ടുമ്പോഴും ഉണ്ട് ചില ശബ്ദങ്ങളെ. അവരെല്ലാവരും കൂടി, ഹനുമാൻ പട്ടുകൂരനാണല്ലോ, എല്ലാവരും കൂടി എന്ന് പറയലും ഇത് തട്ടാൻ തുടങ്ങലും ആ ഹനുമാൻ ബന്ധനങ്ങളൊക്കെ പൊട്ടിച്ച് ചാടി രാവണന്റെ മുമ്പിൽ അവിടെ നിന്നു. ആ നിന്ന അവസരത്തിലോ ദശകന്ധരനെ ദർശിച്ചു. രാക്ഷസ രാജാവായിരിക്കുന്ന രാവണനെ വളരെ ഭംഗിയായിട്ട് ഹനുമാൻ കണ്ടു. അതെങ്ങനെയാ ഹനുമാന് മനസ്സിലായത്? ഇത് രാവണനാണ്. ആരെങ്കിലും പറഞ്ഞു കൊടുത്തു? ആ ഇരിക്കണതാണ് കേട്ടോ രാവണൻ. ഹനുമാൻ ആരും പറഞ്ഞു കൊടുക്കലുണ്ടായില്ല. പിന്നെ എങ്ങനെ ഹനുമാന് മനസ്സിലായത് എന്നാണെങ്കിൽ ദശകന്ധരനാ, 10 ഗന്ധരങ്ങളോട് കൂടിയവനാണ് രാവണൻ. ആ ഹനുമാൻ രാവണനെ അങ്ങോട്ട് കണ്ടപ്പോൾ എന്താ അത്? 1 2 3 4 5 6 7 8 9 10 ശിരസ് ഒരോട്ടല്. ഇവൻ തന്നെ രാവണൻ. അങ്ങനെ ആ രാവണനെ കണ്ടു.
ഓഹോ, ഇത് കണ്ടു എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ക്ലേശിച്ച് ആ രാവണനെ കാണേണ്ട ആവശ്യമുണ്ടോ? വലോ കാര്യം എന്താ, കേമന്മാര് അവരിങ്ങട് കാണാൻ വരില്ല. വരുമോ? കേമന്മാരെ നമ്മൾ അങ്ങട് ചെന്ന് കാണണം. ഈ രാവണന് കാണാൻ മാത്രമുള്ള യോഗ്യതയൊക്കെ ഉണ്ടോ എന്നാണെങ്കിൽ രാവണനെ പോലെ ഇത്രയും യോഗ്യനായിട്ട് അന്ന് ലോകത്തിൽ മറ്റൊരാളുണ്ടോ എന്ന് സംശയ. എന്താ രാവണന്റെ കേമത്തം? അന്ധകാരി ലീലാദ്രി തോലന പരീക്ഷിത ബാഹുവീര്യം. അന്ധകാരിയുടെ ലീലാദ്രിതോലനം വിഷയം പരീക്ഷിതമായിരിക്കുന്ന ബാഹുവീര്യത്തോടു കൂടിയവനാണ് രാവണൻ. അന്ധകാരി എന്ന് പറഞ്ഞാൽ എന്താ? അന്ധകന്റെ അരി. അന്ധകന്റെ അരിയോ? ഇവിടെ അന്ധകനെ ഇവിടുന്ന് എത്രയൊക്കെ അരി? അന്ധകാരി അരി എന്ന് പറഞ്ഞാൽ എന്താ? ആ ചെലുത്തണ സാധനം, കഴിക്കണ സാധനം അതല്ലേ നിരീക്കണത്? എന്നാ അതല്ല. അരി എന്ന് പറഞ്ഞാൽ ശത്രു. അന്ധകന്റെ അരി ആരാ? അന്ധകന്റെ ശത്രു ആരാ? സാക്ഷാൽ ശ്രീപരമേശ്വരൻ. ആ ശ്രീപരമേശ്വരന്റെ ലീലാദ്രി എന്ന് പറഞ്ഞാലോ ക്രീഡാപർവ്വതം, കളിച്ചും കൊണ്ടിരിക്കുന്ന പർവ്വതം. ഏതാ അത്? കൈലാസ പർവ്വതം. ആ കൈലാസ പർവ്വതം അത് തുലനം ചെയ്തിട്ടുണ്ട് രാവണൻ, തൂക്കി നോക്കിയിട്ടുണ്ട് എന്ന്. തൂക്കി നോക്കുക എന്ന് പറഞ്ഞാലോ എങ്ങനെ? ഒരു സാധനത്തിന്റെ കനം എത്ര ഉണ്ട് എന്ന് എങ്ങനെയാ? അതൊന്നിങ്ങനെ മേപ്പെട്ട് എറിഞ്ഞ് പിടിച്ചിട്ടാ നോക്കുക എത്ര കനുണ്ട്. ആ രാവണൻ എന്താ ചെയ്തത്? തൻ്റെ 20 ബലിഷ്ഠങ്ങളായിരിക്കുന്ന കൈകളുടെ മുഷ്ടികൾ ചുരുട്ടി ആ പർവ്വതത്തിന്റെ സമീപത്ത് ചെന്ന് പർവ്വതത്തെ അടിച്ച് ഇടിച്ച് ഭൂമിയും പർവ്വതവും തമ്മിലുള്ള കെട്ട് വേർപെടുത്തി കുത്തി അടർത്തിയാണ് മേപ്പെട്ട് എറിഞ്ഞ് പിടിക്കില്ല. മേപ്പെട്ട് എറിയും, വരണ വഴിക്ക് പിടിക്കും, പിന്നെ എറിയും, പിന്നെ പിടിക്കും. ഇത് എന്തിനാ ചെയ്തത്? തൻ്റെ ബാഹുബലം, കയ്യൂക്ക് എത്രത്തോളം ഉണ്ട് എന്ന് പരീക്ഷിച്ചത് ഭഗവാന്റെ വാസസ്ഥാനമായിരിക്കുന്ന കൈലാസപർവ്വതം മേപ്പെട്ടെറിഞ്ഞ് പിടിച്ചിട്ടാ. അങ്ങനെയുള്ള രാവണനെ കാണാനാണ് ആര് ചെന്നത്? ഹനുമാൻ ചെല്ലലുണ്ടായത്. ഒരു കാലത്ത് രാവണന് അങ്ങനെ യോഗ്യതകളൊക്കെ ഉണ്ടാവും. ഇപ്പോഴോ ഹനുമാൻ കാണണ സമയത്ത് രാവണനതൊന്നും ഉണ്ടാവില്ല എന്നാണോ? എന്നാണെങ്കിൽ അതല്ല. അന്ന് എത്രത്തോളം പ്രാഭവമുണ്ടോ, എത്രത്തോളം പ്രൗഢിയുണ്ടോ അതേ യോഗ്യതയോട് കൂടിയിട്ട് തന്നെയാണ് രാവണനെ ഹനുമാൻ കാണലുണ്ടായത്. ആ ഹനുമാൻ രാവണനെ കാണുന്ന അവസരത്തില് എന്തായിരുന്നു രാവണന്റെ അവസ്ഥ എന്നാണെങ്കിൽ വന്ദീകൃതേന്ദ്രപുരവാരവധൂകരാഗ്രവ്യാധൂത ചാമരമരുച്ചലിതോത്തരീയം. വന്ദീകൃതകളായിരിക്കുന്ന ഇന്ദ്രപുരവാരവധുക്കളുടെ കരാഗ്രങ്ങളെ കൊണ്ട് വ്യാധൂതങ്ങളായിരിക്കുന്ന ചാമരങ്ങളിൽ മരുത്തുകൊണ്ട് ചലിതമായിരിക്കുന്ന ഉത്തരീയത്തോടു കൂടിയവനാണ് രാവണൻ എന്ന് പറഞ്ഞാലോ. ആ രാവണന്റെ ഉത്തരീയം എന്ന് പറഞ്ഞാൽ രണ്ടാമുണ്ട്. ആ രണ്ടാമുണ്ട് അത് കുറേശ്ശെ ഇങ്ങനെ ഇളകുണ്ട്. അതാണ് രാവണന്റെ കേമത്തം. ഇവിടെ രണ്ടാമുണ്ട് ഇളകി എത്രയൊക്കെ കേമനാവൂ? നോക്കുമ്പോൾ ചിലവർ കണ്ടിട്ടില്ലേ ഇത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇളക്കുക. എന്താ ഏതാ കാണിക്കണത്? അത് ഇളക്കിയ കേമനാവൂന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് പിടിച്ച് ഇളക്കി, അത്രേ ഉള്ളൂ. അങ്ങനെ രാവണൻ പിടിച്ച് ഇളക്കണതല്ല. പിന്നെയോ ഇന്ദ്രപുരവാരവധുക്കള്, ദേവസ്ത്രീകള്, ആ ദേവസ്ത്രീകള് രാവണന്റെ തൊട്ടടുത്ത് ഇരുന്ന് വെഞ്ചാമരം വീശുണ്ട്. അങ്ങനെ വീശുന്ന വെഞ്ചാമരത്തിൽ നിന്നും പുറപ്പെടുന്ന കാറ്റ് തട്ടിയിട്ടാണ് രാവണന്റെ ഉത്തരീയം ഇളകണത്. രാവണനെ കൊണ്ടല്ലേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഹനുമാൻ രാവണനെ കണ്ടപ്പോ തന്നെ തോന്നി, രാവണ നിന്നെ സമ്മതിക്കാതെ കണ്ടൊന്നും വയ്യ. ആ ഹനുമാന് രാവണനോട് ബഹുമാനാ തോന്നിയത്. ഇങ്ങനെ ആ രാക്ഷസ രാജാവായിരിക്കുന്ന രാവണനെ വളരെ ഭംഗിയായിട്ട് കണ്ട് ഹനുമാൻ രാവണന്റെ മുമ്പിൽ അവിടെ വർത്തിക്കണു. ഈ സമയത്ത് രാവണന്റെ അവസ്ഥ എന്താണ്? ഹനുമാൻ രാവണനെ കാണലുണ്ടായി. ആ സമയത്ത് രാവണന്റെ കഥ എന്തായിരുന്നു എന്നാണെങ്കിൽ സോവിപ്ലവംഗമഭിവീക്ഷ്യ സമീരപുത്രം ചിത്രീയമാണ ഹൃദയ പിശിതാശനേന്ദ്ര കൈലാസശൈലതുലനാഗസിശാപദായി നന്ദീശ്വര സ്വയമുപാഗത ഇത്യമം പിശിതാശനേന്ദ്ര അഭി സമീരപുത്രം പ്ലവംഗം അഭിവീക്ഷ്യ. പിശിതാശനേന്ദ്രനും സമീരപുത്രനായിരിക്കുന്ന പ്ലവംഗത്തെ അഭിവീക്ഷിച്ചു. ആ
പിശിതാശനേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാ? രാക്ഷസ രാജാവായിരിക്കുന്ന രാവണനും വായുപുത്രനായിരിക്കുന്ന ശ്രീ ഹനുമാനെ കണ്ടൂന്ന്. എന്താ രാവണൻ കണ്ടു എന്ന് പറഞ്ഞാ പോരെ? ഇതിനെ ഈ രാവണനും കണ്ടു എന്ന് പറയണത്? അതിന് കാരണമുണ്ട്. ആരാ ആദ്യം കാണലുണ്ടായത്? ഹനുമാൻ രാവണനെയാണ് ആദ്യം കണ്ടത്. അപ്പൊ രാവണന്റെ മുമ്പിലല്ലേ ഹനുമാൻ ചാടി നിന്നത്? അതെ. എടോ, ഒരാളുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ കാണാതെ കണ്ടിരിക്കാൻ രാവണന്റെ കണ്ണ് പൃഷ്ഠത്തിലാണോ? അതുകൊണ്ടല്ല. തൻ്റെ പുത്രനായിരിക്കുന്ന ഇന്ദ്രിയത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ആ കുരങ്ങന്റെ കഥ കഴിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ രാക്ഷസന്മാരെ കെട്ടിയേറ്റി കൊണ്ടുവരുന്നുണ്ട് എന്ന് കണ്ടു. അങ്ങനെ നോക്കുമ്പോഴാ വലിയ പട്ടു കൂറ്റനാണ്. അവിടുന്ന് അങ്ങോട്ട് ഏറ്റിക്കൊണ്ട് അങ്ങോട്ട് വരട്ടെ ഇത് ഇങ്ങോട്ട് എത്താൻ എന്താ വൈകണത് എന്ന് ആലോചിക്കണം. നോക്കുമ്പോഴാണ് എന്തായാലും തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിടൂലോ. കൊണ്ടുവന്നിടുമ്പോ ഇടതാമസം ഇല്ലാതെ കണ്ട് കാണണം എന്ന് വിചാരിച്ച് രാവണന്റെ ദൃഷ്ടി ലേശം കീഴ്പ്പെട്ട ഇപ്പൊ വീഴും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹനുമാൻ ബന്ധനങ്ങളൊക്കെ പൊട്ടിച്ച് ചാടി അവിടെ നിന്നത്. അങ്ങനെ ചാടി അവിടെ നിന്ന് എടാ കൊരങ്ങിയ. രണ്ടാമതേ രാവണൻ ഹനുമാനെ കാണലുണ്ടായുള്ളൂ. അതാണ് രാവണനും ഹനുമാനെ കണ്ടു എന്ന് പറയാൻ കാരണം. അങ്ങനെ കണ്ട അവസരത്തില് എന്തായിരുന്നു രാവണന്റെ അവസ്ഥ എന്നാണെങ്കിൽ ചിത്രീയമാണ് ഹൃദയനായി തീർന്നു രാവണൻ. അത്ഭുത ഭരിതനായി. എത്രമാത്രമാണ് രാവണന് അത്ഭുതം ഉണ്ടായത് എന്നുള്ളതിന് കണക്കില്ല. കാര്യം എന്താ അങ്ങനെ അത്ഭുതം ഉണ്ടാവാൻ കാരണം? തൻ്റെ പുത്രനായിരിക്കുന്ന ഇന്ദ്രിയത്ത് സാധാരണ ഒരു ആയുധമല്ല പ്രയോഗിക്കലുണ്ടായത്, ബ്രഹ്മാസ്ത്ര പ്രയോഗിച്ചത്. ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ട് പോലും ഈ കുരങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത്ഭുതം ഉണ്ടായത്. മാത്രല്ല ഇതി അമം ഇങ്ങനെ മനനം ചെയ്തു, ഇങ്ങനെ വിചാരിച്ചു. എങ്ങനെയാ വിചാരിക്കലുണ്ടായത് എന്നാണെങ്കിൽ നന്ദീശ്വര സ്വയം ഉപാഗത ഇതി അമം നന്ദികേശ്വരൻ സ്വയം ഉപാഗതനായതാണോ എന്നിങ്ങനെ മനനം ചെയ്തു. നന്ദികേശ്വരൻ ആരാ? സാക്ഷാൽ ശ്രീപരമേശ്വരൻ. ആ ശ്രീപരമേശ്വരന്റെ ആ ഭൂതഗണങ്ങളിൽ പ്രധാനിയാണല്ലോ നന്ദികേശ്വരൻ. ആ നന്ദികേശ്വരൻ സ്വയമേവ വാനരത്തിന്റെ രൂപം സ്വീകരിച്ച് രണ്ടാമതും എൻ്റെ മുമ്പിലേക്ക് വന്നതാണോ എന്ന് വിചാരിച്ചു എന്ന്. രണ്ടാമത് വരിക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു തവണ വന്നിട്ടുണ്ടാവണ്ടേ? അല്ലാണ്ട് ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ താൻ പിന്നെയും വന്നൂല്ലേ ഏതാരെങ്കിലും ചോദിക്കുവോ? ഈ വാനരത്തിന്റെ രൂപം സ്വീകരിച്ച് നന്ദികേശ്വരൻ രാവണന്റെ മുമ്പ് വന്നിട്ടുണ്ടോ? ആ നന്ദികേശ്വരൻ എങ്ങനെയുള്ളവനാണ്? ശാപദായി ആണ്. നന്ദികേശ്വരൻ ഒരു വാനരത്തിന്റെ രൂപം സ്വീകരിച്ച് രാവണന്റെ മുമ്പിൽ പ്രത്യക്ഷമായി രാവണനെ ശപിക്കലുണ്ടായിട്ടുണ്ട്. എന്തിനാ രാവണൻ ശപിക്കലുണ്ടായത്? നന്ദികേശ്വരൻ സ്വമേധയാ ശപിച്ചതല്ല. പിന്നെയോ ഏത് സന്ദർഭത്തിലാണ് നന്ദികേശ്വരൻ ശപിച്ചത് എന്നാണെങ്കിൽ കൈലാസശൈല തുലനാഗസിങ്കൽ കൈലാസപർവ്വതം. ആ കൈലാസപർവ്വതം രാവണൻ മേപ്പെട്ടെറിഞ്ഞ് പിടിച്ചുല്ലോ. ആ പിടിച്ച അവസരത്തില് അപ്പോഴാണ് ശപിക്കലുണ്ടായത്. രാവണൻ ചെയ്ത് വലിയൊരു അപരാധം, തെറ്റല്ലേ? ഭഗവാന്റെ വാസസ്ഥാനമായിരിക്കുന്ന പർവ്വതം അത് ആക്രമിക്കില്ലേ ചെയ്തത്? അങ്ങനെ ചെയ്തപ്പോ നന്ദികേശ്വരൻ രാവണനെ ശപിച്ചു. എന്താ കാരണം? നന്ദികേശ്വരൻ സ്വമേധയാ ശപിക്കാൻ പുറപ്പെട്ടതല്ല. പിന്നെയോ ശ്രീപാർവതീ ദേവി പറഞ്ഞതിന് അനുസരിച്ചിട്ടാണ് നന്ദികേശ്വരൻ രാവണനെ ശപിച്ചത്. എന്താ കാരണം? അതിന് കാരണമുണ്ട്. രാവണൻ ആ പർവ്വതം അത് മേപ്പെട്ടെറിഞ്ഞ് പിടിക്കണു. അങ്ങനെ മേപ്പെട്ടെറിഞ്ഞ് പിടിച്ച് നോക്കുമ്പോഴാണ് ഭഗവാൻ അനുഗ്രഹിക്കലുണ്ടായത്. ശ്രീപരമേശ്വരൻ രാവണനെ ഭംഗിയായിട്ട് അനുഗ്രഹിച്ചു. നോക്കുമ്പോഴാണ് ഈ പാർവതീ ദേവിയും നന്ദികേശ്വരനെയും രാവണൻ ഒന്ന് പരിഹസിച്ചപ്പോഴാണ് ശപിക്കലുണ്ടായത്. എന്താ അതിന് കാരണം എന്നാണെങ്കിൽ രാവണൻ ആ കൈലാസപർവ്വതം മേപ്പെട്ടെറിഞ്ഞ് പിടിക്കണു. അങ്ങനെ പിടിക്കുന്ന അവസരത്തില് അതിൻ്റെ ഉപരിഭാഗത്ത് മുകളിലത്തെ അവസ്ഥ എന്താ? ലോകനായകനായിരിക്കുന്ന ശ്രീപരമേശ്വരനും ലോകമാതാവായിരിക്കുന്ന ശ്രീപാർവതിയും തമ്മില് ഒരു പ്രണയ കലഹത്തിന്റെ വക്കത്താണ് എന്ന് വേണം പറയാൻ. പ്രണയകലഹം എന്ന് പറഞ്ഞാലോ? പ്രണയകലഹം എന്ന് പറഞ്ഞാൽ പ്രണയകലഹം തന്നെ.
അത് പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? പ്രണയം എന്ന് പറഞ്ഞാൽ പ്രേമം. അയ്യേ, ആകെ എത്ര ആയിട്ടുള്ളൂ ഈ രണ്ട് വാക്കിന്റെ ശക്തിയെ. കാര്യം ഇനി താൻ പറയണ്ട, ബാക്കി ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാന്നുള്ള ഛായയിലൊക്കെ ഇരിക്കുക. പ്രണയ കലഹം എന്ന് പറഞ്ഞാൽ എന്താ? പ്രണയം കൊണ്ട് ഉണ്ടാകുന്ന കലഹം പ്രണയ കലഹം അല്ലേ? അത് എപ്പോഴാ ഉണ്ടാവുക? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ല. വിവാഹമൊക്കെ കഴിഞ്ഞു സാരം കാലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല പ്രത്യേകമാവും, നല്ല സ്നേഹമാവും. കുറച്ച് കഴിയുമ്പോഴാണ് ഇതെന്താ ഇങ്ങനെ നോക്കണത്, ഇതെന്താ ഇവിടുന്ന് എന്നെ ഇങ്ങനെ നോക്കണത്, ഞാൻ ഇങ്ങനെ തന്നെയല്ലേ നോക്കാറുള്ളത്, അല്ല എന്നെ ഇങ്ങനെയൊന്നും അല്ല നോക്കാറുള്ളത്, അന്ന് മുതൽ അങ്ങനെയാണ് പുറപ്പെടുന്ന നോക്കാൻ ഭാവം. അതെന്താ ഇങ്ങനെ പറയണത്? കുറച്ച് കഴിയുമ്പോഴാണ് ശബ്ദത്തിന് കുറച്ച് കനം കൂടി തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചില കൈക്രിയകൾ. അയ്യോ, അവിടെ പ്രണയകലഹം ഉണ്ടാവുമോ? അവിടെ ആകെ ഒരു കലഹം ഉണ്ടാവുള്ളൂ. ഇനി അതല്ല, വിവാഹമൊക്കെ കഴിഞ്ഞു. ഈ ഭർത്താവിന് ഭാര്യ എന്ന് പറഞ്ഞാൽ എത്രയാ സ്നേഹം എന്നുള്ളതിന് കണക്കില്ല. ഭാര്യയ്ക്കോ ലവലേശല്ല. ആ ഭർത്താവ് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴാ ആ ഏട്ട വരുന്നുണ്ടല്ലോ, അവിടെ പ്രണയകലഹം ഉണ്ടാവുമോ? അവിടെ ഉണ്ടാവില്ല. പിന്നെ എപ്പോഴാ ഉണ്ടാവുക? ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഒരുപോലെ സ്നേഹം വേണം. അങ്ങനെയുള്ള ദിക്കിലേ ഈ പ്രണയകലഹം ഉണ്ടാവുള്ളൂ. അപ്പൊ ഭഗവാനും ഭഗവതിക്കും അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നുവെന്നോ? അവരെ പോലെ ഇത്രയും സ്നേഹിക്കുന്നവരായിട്ട് ലോകത്തില് മറ്റൊരാളില്ല എന്ന് വേണം പറയാൻ. എടോ, അങ്ങനെയാണെങ്കിൽ കലഹം ഉണ്ടായത് എങ്ങനെയാ? അത് വേറെ ഒന്നുമല്ല, ഭഗവാന്റെ ചില പ്രവൃത്തികൾ കാരണം തന്നെയാ. എടോ, അദ്ദേഹം ശ്രീപരമേശ്വരൻ എന്താ ചെയ്തത്? അദ്ദേഹം ചെയ്തത് വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിന് ഭാര്യമാര് 2. ആർക്ക്? ശിവനോ? തനിക്ക് പറയൂ ചെയ്യാത്തതായിട്ട് യാതൊന്നുമില്ല. എടോ, അദ്ദേഹത്തിന് 2 വിവാഹം കഴിക്കാച്ച എനിക്ക് പറഞ്ഞാലാണോ? അദ്ദേഹത്തിന് 2 അദ്ദേഹത്തിന് ഒരു ഭാര്യയുള്ളൂ? അല്ല, അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്. പ്രത്യക്ഷമായിട്ട് ഒരു ഭാര്യ, പരോക്ഷമായിട്ട് വേറൊരെണ്ണം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? പരസ്യമായിട്ട് ഒരെണ്ണം. പരോക്ഷം എന്ന് പറഞ്ഞാലോ അത് രഹസ്യമായിട്ടാ. എന്തായാലും ആദ്യം പറഞ്ഞത് എങ്ങനെയായാലും എല്ലാവർക്കും ഒന്ന് തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? എന്ത്? പരസ്യമായിട്ടേ നോക്കുമ്പോഴാണ് ഇതെന്താ തൻ്റെ കൂടെ ഇതൊക്കെ ആരൊക്കെയാ വരണത്? ഇതൊക്കെ എൻ്റെ ഭാര്യമാരാണെന്ന് ആരെങ്കിലും പറയലുണ്ടോ? പരസ്യമായിട്ട് എല്ലാവർക്കും ഒന്നേ ഉണ്ടാവുള്ളൂ. രഹസ്യമായിട്ടോ അതൊക്കെ അവനവൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് എത്ര എണ്ണം വേണമെങ്കിലും ആവാം. ഭഗവാൻ അത്രയൊന്നുമില്ല. പരസ്യമായിട്ട് ഒരെണ്ണം, രഹസ്യമായിട്ട് ഒരെണ്ണം. ആരാ ഈ പരസ്യമായിട്ടുള്ളത്? ലോകമാതാവ് ശ്രീപാർവതി. അപ്പൊ രഹസ്യമായിട്ടുള്ളതോ അത് ഗംഗാ ഭഗവതി. കേട്ടിട്ടുണ്ട്. എടോ, പിന്നെ എങ്ങനെ ഈ കലഹം ഉണ്ടായത്? ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ട് തന്നെ കഴിച്ചു കൂട്ടാൻ വയ്യ, പിന്നെയാണ് 2 ഭാര്യമാരുണ്ടായ കലഹം ഉണ്ടാവാൻ വല്ലയിടത്തേക്കും പോണോ? ഈ ഭഗവാന് ശ്രീപാർവതി ദേവി എത്രയാ സ്നേഹം എന്നുള്ളതിന് കണക്കില്ല എന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ അവസരം കിട്ടുമ്പോൾ, സന്ദർഭം കിട്ടുമ്പോൾ മുഴുവൻ ഭഗവാൻ എന്ത് ചെയ്യും? പാർവതി ദേവി അടുത്ത് വിളിച്ചിരുത്തി മടിയിലിരുത്തി ഇങ്ങനെ ഓരോ നേരം പോക്കുകൾ പറയും. അങ്ങനെ സല്ലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മറ്റോള് മുകളിലാണല്ലോ. മുകളിലൊന്ന് കീഴ്പ്പെട്ട് നോക്കുമ്പോൾ പാർവതി അങ്ങനെ രചിക്കുക. അവളങ്ങനെ രചിക്കുന്നു, ഞാൻ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക, അവളവിടെ അങ്ങനെ ചിരിക്കുന്നു. അസൂയല്ലേ ഉണ്ടാവണത്? ഈ അസൂയ എന്ന് പറഞ്ഞ സാധനം എന്താ? പരോൽക്കർഷേണ സഹിഷ്ണുത്വം, മറ്റുള്ളവൻ്റെ ഉത്കർഷം കൊണ്ടുണ്ടാകുന്ന അസഹിഷ്ണുത, അതാണ് ഈ അസൂയെ. പാർവതി അങ്ങനെ രചിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവളങ്ങനെ ചിരിക്കുന്നു, എനിക്കിങ്ങനെ ഒരു ഭാഗ്യം കിട്ടണില്ലോ എന്ന്. എന്തായാലും ഞാനും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയല്ലേ, ഇന്നേ വരെ എന്നെ എങ്ങനെ ഒന്നും മടിയിലിരുത്തി സല്ലപിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിനെ മുഴുവൻ കുറ്റം പറയുകയ്യ. കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ശിരസിലാണല്ലോ. അപ്പം ഇങ്ങനെ ഒരെണ്ണം മുകളിലുണ്ട് എന്ന് അദ്ദേഹം ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ച് ഗംഗാ ഭഗവതി എന്തു ചെയ്തു? ശ്രീപരമേശ്വരൻ്റെ ജടാഭാരം, ആ ജടാഭാരത്തുനിന്ന് 1-2 ഇഴ ജട പതുക്കെ ഒന്ന് മേപ്പെട്ട് ഇങ്ങോട്ട് പിടിച്ച് ഒന്നങ്ങോട്ട് വലിച്ചു. ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്നറിയിക്കാനാ. ഇതങ്ങോട്ട് വലിച്ചപ്പോൾ ഭഗവാനെ ലേശം ഒന്ന് വേദനിച്ച്. ഈ 2 ഇഴ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചാലും വേദനിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പാർവതീദേവിയെ മടിയിലിരുത്തിയിട്ടുണ്ട്. ആ വേദനിച്ചപ്പോൾ ആ നെറ്റി ശിരസിൻ്റെ അവിടേക്ക് ആ കൈ ഒന്നങ്ങോട്ട് ചെന്നപ്പോൾ അത് പാർവതീദേവി കണ്ടു.
എന്താ അങ്ങനെ ശരി തലയിൽ കൈ വെച്ചിരിക്കണത്? പാർവതി, വേറെ ഒന്നുമല്ല, ചെറിയൊരു തലവേദന ഉണ്ടോ എന്നൊരു സംശയം. തലവേദന ഇങ്ങനെ വരല് പതിവില്ലല്ലോ പാർവതി. തലവേദന ഞാൻ ദാ വരണു എന്ന് പറഞ്ഞിട്ടാണോ വരിക? അതിന് വരാൻ തോന്നി ഒന്ന് പോവാ നേരം ആയി കഴിഞ്ഞാൽ അത് പോയിക്കോളും. അല്ല, അതിന് ഇനിയിപ്പോൾ വല്ല വൈദ്യനെ കാണിക്ക്, വല്ല ഔഷധങ്ങൾ അരച്ചിട്, അങ്ങനെ വല്ലതും ഒന്നും വേണ്ട, അതൊക്കെ വന്ന വഴി ഇങ്ങോട്ട് പോയിക്കോളും. പാർവതിയെ സമാധാനിപ്പിച്ചു എന്ന് മാത്രമല്ല, സാരം ദിവസം കഴിഞ്ഞപ്പോഴും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെയും പാർവതിയെ മടിയിലിരുത്തി സല്ലപിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഗംഗ കണക്കാക്കി, ആഹാ ഇനിയും എന്നെ കണ്ടു എന്നടിക്കാൻ ഭാവമില്ല അല്ലേ, എന്നാ കാട്ടിത്തരാം. ആദ്യം 1-2 അഴയെ പിടിച്ചുള്ളൂ, പിന്നെ ഒരു പിടിയും കിട്ടി പിടിച്ചു, കൊട്ടുത്തു മേപ്പെട്ടൊരു വലി. ഭഗവാൻ അത് നല്ലോണം വേദനിച്ച്. ഭഗവാനാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേദനിക്കാണ്ടിരിക്കൊന്നുമില്ല. ആദ്യം ഒന്ന് ശിരസിന്റെ അവിടേക്ക് കൈ ചെന്നേ ഉള്ളൂ, പിന്നെ കയ്യും ചെന്നു, ഒരു ശബ്ദം കൂടി ഉണ്ടായി. എന്താ അത്? അയ്യോ. അതും പാർവതീ ദേവി കണ്ടു. എന്താ അങ്ങനെ ഒരു കൂട്ടം അപശബ്ദങ്ങൾ ഉണ്ടാക്കണത്? പാർവതി, വേറെ ഒന്നുമല്ല, ഞാൻ തലവേദന എന്നെ ഇടയ്ക്ക് ഉണ്ടല്ലോ, അതിപ്പോൾ ലേശം ഒന്ന് കലശലായിട്ടുണ്ടോ എന്നൊരു സംശയം. ഞാൻ അന്നും പറഞ്ഞതല്ലേ, വല്ല വൈദ്യനെ കാണിക്കാന്നോ വല്ല ഔഷധങ്ങൾ അരച്ചിടാന്നോ പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ. പാർവതി, അത് കാര്യാക്കണ്ട, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ് എന്നൊക്കെ കേൾക്കണ്ട്. പാർവതി, അത് വിരോധമില്ല, വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ശേഷമുള്ളവർക്ക് നിലോളിക്കാനങ്ങോട്ട് തുടങ്ങിയല്ലോ. നിലോളിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, അങ്ങനെ കണ്ണീരിങ്ങനെ കുട്ടുകുട്ടാന്ന് ചാടുണ്ടേ. അങ്ങനെയൊക്കെ കണ്ണീര് ചാടുമോന്നല്ലേ? ചാടും. എന്താ അത്? സ്ത്രീകളെ ശ്രദ്ധിച്ചാൽ മതി. സ്ത്രീകളെ ശ്രദ്ധിച്ച് കാര്യം, അവർക്ക് പാത്രത്തിൽ വെള്ളം കൊണ്ട വെച്ച പോലെയാണ് അവരുടെ കണ്ണീര് എന്നൊക്കെയാണ് ഞാൻ പറയണതല്ല കേട്ടോ. ഇതങ്ങോട്ട് കഴിഞ്ഞിറങ്ങുമ്പോൾ താനത് ടേന്ന് ഒരെണ്ണം തന്നാ കൊള്ളുക, തുടക്കുക, ഇവിടുന്ന് പോവുക, അത്രേ നിവൃത്തിയുള്ളൂ. ആരൊക്കെയോ പറയണത് ഞാനും പറയണു, അത്ര കണക്കാക്കിയാൽ മതി. പാത്രത്തിൽ വെള്ളം കൊണ്ട വെച്ച പോലെയാണോ? പോലോ. പാത്രത്തിൽ നിന്ന് വെള്ളം എപ്പോഴാണ് എടുക്കുക? നമുക്ക് ആവശ്യമുള്ളപ്പോഴല്ലേ എടുക്കുക. വെള്ളം വേണം തോന്നിയാൽ അങ്ങോട്ട് ഒഴിക്കും. അതുപോലെ വേണ്ടാന്ന് തോന്നിയാലോ ഇങ്ങോട്ട് നിവർത്തി വെച്ചാൽ ആ വെള്ളം ഇല്ലാണ്ട് ആവും ചെയ്യും. കണ്ണീര് അതുപോലെ, കണ്ണീര് എത്ര പെട്ടെന്നാ വരിക നിശ്ചയില്ല. അപ്പൊ കണ്ണീരില്ലാണ്ടേ ആവലോ, അതുപോലെ ഇല്ലാണ്ടേ ആവും. അതെങ്ങനെയാത്? സ്ത്രീകളെ ശ്രദ്ധിക്കാറുണ്ടോ? അതേ ഉള്ളൂ. ഇനി അതല്ലെങ്കിൽ ഇനി നാളെ മുതൽ ശ്രദ്ധിച്ചോളൂ, ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോൾ 2 കിട്ടും, അപ്പം അത് എനിക്ക് തരരുത്, അത് അവനോ തന്നെ കൊള്ളണം, അതേ ഉണ്ടാവുള്ളൂ. സ്ത്രീകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ, അവര് ഇങ്ങനെ നിലവിളിക്കുകയോ ഞാൻ അപ്പോഴും അങ്ങനെ നിലവിളിക്കുമ്പോഴാണ് ഒരു പരിചയമുള്ള ആരെങ്കിലും ഇങ്ങോട്ട് അടുത്തേക്ക് വരും. അടുത്തേക്ക് വരുമ്പോൾ മറ്റുള്ളവൻ്റെ മുമ്പിൽ ഇങ്ങനെ നിലവിളിക്കാൻ പറ്റില്ലല്ലോ, ദുരഭിമാനം സംഭവിക്കില്ല. അപ്പം അങ്ങനെ കാണുമ്പോൾ ഈ നിലവിളിച്ച് ഇരിക്കണതിൻ്റെ ഇടയിലാണ് എന്തൊക്കെയുണ്ട് വിശേഷം, എത്ര കാലമായി കണ്ടിട്ട്, ആ കണ്ണീര് എവിടേക്കാ പോയതെന്ന് അറിയില്ല. ഇത് ഞാൻ എന്താ കാരണം? ദേവി തുടങ്ങിയത് ബാക്കിയുള്ളവർക്കില്ല, അതിൻ്റെ ഗുണം ഇല്ലാണ്ടിരിക്കുവോ? പാർവതി, ഇങ്ങനെ കരയണ്ടെന്ന് പറഞ്ഞിട്ട് പാർവതി, ഇത് നീരിളക്കത്തിൻ്റെ വകയാണ് ഈ തലവേദന. നീരിളക്ക് ഭഗവാൻ നുണയല്ലേ പറഞ്ഞത്? നീരിളക്കം, അതെ, അദ്ദേഹം സത്യ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ അത്? നീരിളക്കം. ഈ ഗംഗ ആരാ? നീര്, ജല. അത് അവിടെ ഇരുന്ന് ഇളകുക കാരണമാണ് ഈ തലവേദന. ഗംഗ അവിടെ ഒരു പ്രവൃത്തിയും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഈ തലവേദന വരും, അത്രേ അദ്ദേഹം കണക്കാക്കിയിട്ടുള്ളൂ. പാർവതി, അതൊന്നും കാര്യമാക്കണ്ട, സമാധാനിപ്പിച്ചു. ഭഗവാന് പരിഭ്രമം തുടങ്ങി. കാര്യം എന്താ? ആദ്യം 1-2 അഴയെ പിടിച്ചുള്ളൂ, പിന്നെ ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഇനിയും ഞാൻ ഗംഗയെ കണ്ടു എന്ന് അടിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ ജഡമൊക്കെ കൂടി കൂട്ടി പിടിച്ച് മേപ്പെട്ട് ഒരു വലിച്ചങ്ങോട്ട്, പിന്നെ എന്താ ഉണ്ടാവുക? കഷണ്ടി. അങ്ങനെ കഷണ്ടിക്ക് വരെ ചികിത്സ ഉണ്ടെന്നാ പറയണത്. എനിക്ക് ഈ ജഡ തലേന്ന് അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ജഡാധരം എന്നൊരു പേരും കൂടി ഉണ്ടേ. ആ പേരും കൂടി ഇല്ലാണ്ടാവില്ലേ? ഇപ്പം എന്താ വേണ്ടത്? ഈ പാർവതി സാരം നേരത്തേക്ക് ഇവിടുന്ന് ഒന്ന് മാറ്റി നിർത്തിയാൽ ഈ ഗംഗയെ ഒന്ന് കണ്ടു നടിക്കാം. ഭഗവാനും ആഗ്രഹമില്ലായല്ല, ഈ പാർവതി സദാ സമയത്തും ഭഗവാന്റെ കൂടെ ഉണ്ടാവേ. പാർവതി ഒന്നും മനസ്സിരുത്തിയിട്ട് തന്നെയാണ്. ഭഗവാൻ എങ്ങടെയെങ്കിലും അങ്ങോട്ട് പോവാൻ തുടങ്ങിയ, അതേ എവിടേക്കാ പോണത്? അപ്പൊ ചോദിക്കൂലോ,
അപ്പൊ ചോദിക്കുമ്പോ മറുപടി പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതെ, വേറെ ഒന്നുമല്ല, ഞാൻ ദാ ഇതുവരെ എന്നാ ഞാനും ഉണ്ട്. ഒറ്റയ്ക്ക് പോവില്ലേ, അതാണ്. ഒറ്റയ്ക്ക് പോവാൻ സമ്മതിക്കില്ല. പിന്നെ ഈ ഗംഗയെ കണ്ടു എന്നടിക്കാൻ പറ്റുമോ? നോക്കുമ്പോഴാണ് ഇപ്പൊ എന്താ വേണ്ടത്? ഭഗവാനല്ലേ, വേണ്ടത് വേണ്ട സമയത്ത് തോന്നൂലോ. അദ്ദേഹം എന്താ കണക്കാക്കിയത്? പാർവതി ഇവിടുന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി നിർത്തണം. അതിനെന്താ വേണ്ടത്? ദേവസ്ത്രീകള്. ആ ദേവസ്ത്രീകള് ഇവിടെ വന്ന് പാർവതിയെ മാനസ സരസിലേക്ക് അങ്ങോട്ട് കുളിക്കാൻ കൊണ്ടുപോട്ടെ എന്നങ്ങോട്ട് മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ സ്മരിച്ച അവസരത്തില് ദേവസ്ത്രീകൾ ഉർവശി, മേനക, രംഭ, തിലോത്തമ എല്ലാവർക്കും ആ സ്മരണ വന്ന് ശരീരത്തിൽ തട്ടിയപ്പോ എടീ രംഭേ, രംഭേ, എന്താ ഉർവശി? അതെ, എന്നെ ഭഗവാൻ കൈലാസത്തിലേക്ക് സ്മരിക്കുന്നുണ്ട്. എന്നെ മാത്രല്ല ഉർവശി സ്മരിച്ചിട്ടുള്ളത്, അദ്ദേഹം എന്നെ സ്മരിക്കലുണ്ടായത്. ആഹാ, രംഭേന്ന് എന്നെ സ്മരിച്ചുവോ? ഉവ്വ്. തിലോത്തമേന്ന് എന്നെയോ? എന്നെയുണ്ട്. മേനകേ എന്നെയുണ്ട്. അദ്ദേഹം എല്ലാവരും അങ്ങോട്ട് സ്മരിച്ചതേ. ആ ദേവസ്ത്രീകൾ എല്ലാവരും കൂടി ആ കൈലാസത്തിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. കൈലാസത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോൾ ഗോപുരം, ആ ഗോപുരത്തിന്റെ തൊട്ടടുത്ത് അവിടെ ഒരു കാവക്കാരുണ്ട്. എന്താ പേര്? ഭൃംഗീരടി എന്നാണ് അവന്റെ പേര്. ആ ഭൃംഗീരടി അവിടെ നിൽക്കുന്നുണ്ട്. ഭഗവാൻ സ്മരിച്ചതല്ലേ, ഇനിയിപ്പോൾ അകത്തേക്ക് പ്രവേശിക്കാൻ വേറെ അനുവാദമൊന്നും വേണ്ടാന്നിരിച്ച് ദേവസ്ത്രീകൾ എല്ലാവരും കൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കടക്കാൻ തുടങ്ങിയപ്പോൾ അത് ഭൃംഗീരടി അങ്ങോട്ട് കണ്ടപ്പോൾ ആരാ നിങ്ങളോടാ ചോദിക്കണത്? നിങ്ങൾ എവിടേക്കാ എല്ലാവരും കൂടി പോണത്? ഞങ്ങൾ തൃപ്പാദം കണ്ടു ചിപ്പേനെ കെഞ്ചി വെഞ്ചിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കണത് കണ്ടില്ലേ? എൻ്റെ എല്ലാ തൃപ്പാദാണ് കാണേണ്ടത്. അതെനിക്ക് മനസ്സിലായി. അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ തൃപ്പാദം കണ്ടു വന്ദിക്കണം. ആഹാ, അതെ, ആര് വന്നു എന്നാ പറയേണ്ടത്? അല്ല, ആര് വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അനുവാദം ഉണ്ടോ എന്നാ അനുവാദം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഭഗവാൻ സ്മരിക്കില്ലേ ചെയ്തിട്ടുള്ളത്. ഈ സ്മരണ എപ്പോഴും രഹസ്യമായിട്ടേ ഉണ്ടാവുള്ളൂ. അതാണ് അനുവാദം ഇല്ലാണ്ട് അകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന്. ആട്ടെ, ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഒരു കാര്യം ചെയ്യാം. അവിടെ പോയിട്ടൊന്ന് പറഞ്ഞിട്ട് വരാം. നിങ്ങളെ ആര് വന്നു എന്നാ പറയേണ്ടത്? അതിപ്പോ നീ അവിടെ ചെന്ന് പറയും ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞാൽ മതിയോ? മതി. അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഭൃംഗീരടി അവരെ ഗോപുരത്തിൻ്റെ അവിടെ നിർത്തി ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. അതിഗംഭീരമായിട്ടൊന്ന് വന്ദിച്ചു. എന്താ ഭൃംഗീരടി? അല്ല, ചിലര് തൃപ്പാദം കണ്ട് വന്ദിക്കാൻ വിട കൊണ്ടിട്ടുണ്ട്. ആരാ വന്നിട്ടുള്ളത്? ഞങ്ങളാണ്. ആര്? ഞങ്ങള് ഇങ്ങടല്ലേ കാണിക്കുക, അങ്ങടല്ലല്ലോ കാണിക്കുക. അതല്ലത് ഞങ്ങളെന്ന് പേരിട്ടിട്ട് ചിലവർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചില പേരൊന്നുമില്ല. ഇന്നിപ്പോ പേരിടണതിന് വല്ല വ്യവസ്ഥയുണ്ടോ? ആകെ 2 അക്ഷരേ ഉണ്ടാവുള്ളൂ. അതിൽ എണ്ണായിട്ട് അങ്ങോട്ട് കഴിയും. എന്ത് എണ്ണ് അർത്ഥശൂന്യമായിട്ടുള്ള കുറെ പേര്. അതുപോലെ പന്തിയല്ലാത്തൊരു പേര് ഭൃംഗീരടി. അങ്ങനെ ചില പേരില്ല. അവരോട് സാമാന്യം പോലെ വേറെ വല്ല പേരും ഉണ്ടോ ചോദിക്കൂ. ഭഗവാൻ അറിയാത്തതല്ല, പാർവതീ ദേവി തൊട്ടടുത്തിരിക്കണ്ടേ. അപ്പൊ ഈ പന്തിയല്ലാതെ പാർവതിക്ക് ഒരു സംശയം തോന്നരുതെന്ന് തിരിച്ചിട്ടാ ഭൃംഗീരടി അങ്ങോട്ട് പറഞ്ഞേക്കണത്. ഭൃംഗീരടിക്ക് അപ്പം തന്നെ മുഷിഞ്ഞു. ഞാനേ വെറുതെ ഒരു ദിക്കിൽ നിർത്താൻ സമ്മതിക്കില്ല വെച്ചാൽ അവിടെ ഒരു പ്രവൃത്തി ഇല്ലാണ്ട് അങ്ങനെ ചാരി നിൽക്കുമ്പോൾ ഒരു സുഖല്യായൊന്നുമില്ലേ. അവിടുന്ന് ഇങ്ങോട്ട് പോന്നപ്പോളാ ഭൃംഗീരടി ഇങ്ങോട്ട് വന്നു. എന്താ ഭൃംഗീരടി? എന്തേ ഭൃംഗീരടി? അദ്ദേഹം പറയണത് ഇങ്ങനെ ചിലവരില്ല, നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം. ഭൃംഗീരടി, നിനക്ക് മനസ്സിലായിട്ടില്ലേ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്? എനിക്ക് മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ, അദ്ദേഹത്തിനും കൂടി ബോധ്യമാവണ്ടേ. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം ഇങ്ങനെ ഇല്ല എന്നാ പറഞ്ഞത്. ആട്ടെ ഭൃംഗീരടി, നീ അവിടെ പോയിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞ വെച്ചാൽ അതന്നെയാ ഞാനും പറഞ്ഞത്. അതെന്താന്നാ ചോദിക്കണത്? ഞാൻ അവിടെ ചെന്ന അദ്ദേഹത്തിനോട് ഞങ്ങൾ വന്നിരിക്കണു അങ്ങോട്ട് പറഞ്ഞു. ഭൃംഗീരടി, ഞങ്ങളെന്ന് പറയുമ്പോ അത് ഞങ്ങളല്ലേ ആവുള്ളൂ. നിങ്ങൾ ഞങ്ങളെന്ന് പറയുമ്പോ അത് എങ്ങനെയാ നിങ്ങളാവുക? അത് നിങ്ങൾ ഈ കള എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സാമാന്യം പോലെ വേറെ വല്ല പേരുണ്ടോ? ഞങ്ങൾക്ക് ഇനിയും പേരുണ്ട്. എന്നാ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞുകൂടെ? ഞങ്ങൾക്ക് ഓരോരുത്തരുടെ പേരൊന്നും പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു പേരുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. എന്നാ ഞങ്ങളെ എല്ലാവരും കൂടി പറയണത് സ്വർഗസ്ത്രീകള് എന്നാണ് പറയുക. എന്ത്? സ്വർഗസ്ത്രീകള്.
ഭൃങ്കീരടിക്കാണെങ്കിൽ അക്ഷരം പുറപ്പെടുന്നില്ല. ഇതിപ്പോൾ ഈ പേര് പറയാൻ നിങ്ങൾ എത്ര കാലം ഇത് ഉരുവിട്ടു? ഞങ്ങൾ അത്ര കാലം ഒന്നും ഉരുവിട്ടിട്ടില്ല. ഒന്നുകൂടിയും പറയാ, സ്വർഗസ്ത്രീ വരട്ടെ, ഓരോ അക്ഷരമായിട്ട് പറയേ. ഇതെല്ലാം കൂടി പറയാൻ പറ്റണ്ടേ? പറയാൻ പറഞ്ഞപ്പോഴാ അവര് പറഞ്ഞു സ്വാ സോ എന്നല്ല ഭൃങ്കീരടി, സ്വാന്ന് പറയൂ. എന്ത് പറഞ്ഞാലും സോന്നേ വരുള്ളൂ. അവര് കണക്കാക്കി ഇനി അവൻ അങ്ങനെ സോ എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ. സ്വാ സോ എർ എർ ഗ ഗ സ്ത്രീ ത്രീ ക ക ല ല സോറ് ഗ ത്രീ ക ള സോറ് ഗ ത്രീ ക ള. ഇതിങ്ങനെ ഉരുവിട്ട് ഗോപുരത്തിന്റെ അവിടുന്ന് ഭഗവാന്റെ അടുത്ത് എത്തണത് വരെ ഉരുവിട്ടാലേ ഈ പേര് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോളേ പിന്നെ നാവുന്നത് പുറപ്പെടുള്ളൂ. അതാണ് ഇങ്ങനെ ഉരുവിടുന്നത്. സോറ് ഗ ത്രീ ക ള സോറ് ഗ ത്രീ ക ള സോറ് ഗ ത്രീ ക ള. ഭഗവാന്റെ അടുത്ത് എത്തി. അറാൻ. ആരാ ഭൃങ്കീരടി വന്നിട്ടുള്ളത്? ആരാ വന്നിട്ടുള്ളത് എന്നാ ചോദിക്കണത്. ഞങ്ങളല്ല. അതല്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ. അടിയങ്ങളും അല്ല. അല്ലാത്തവരുടെ കാര്യമല്ല. ആരാ വന്നിട്ടുള്ളത് വെച്ചാൽ അത് പറയാനാ പറഞ്ഞത്. ഭൃങ്കീരടി പേരിങ്ങനെ ഉരുവിട്ട് ഭഗവാന്റെ അടുത്ത് എത്തിയിട്ട് എറാൻ എന്ന് പറഞ്ഞിട്ട് തൊഴുതൂലോ. ആ തൊഴുതപ്പോ ഈ ഉരുവിട്ടത് എറാന്റെ കൂടെ ഇങ്ങോട്ട് പോയി. പിന്നെ ഭൃങ്കീരടിക്ക് നാവുമ്പോൾ തോന്നിയതാ പറഞ്ഞത്, എറാൻ ഇപ്പൊ വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, തൊക്കത്രങ്ങളാണ് വന്നിട്ടുള്ളത്. ആര്? തൊക്കത്രങ്ങള്. ഭൃങ്കീരടി അങ്ങനെ ചില പേരൊന്നുമില്ല. അല്ല അവരോട് സാമാന്യം പോലെ വേറെ വല്ല പേരും ഉണ്ടോ ചോദിക്കൂ. ഭൃങ്കീരടിക്ക് ഞാനിത് കഴിയണമില്ലല്ലോ. അത് കുറച്ച് നേരമായി ഇത് തിറക്കിയിട്ടേ ഭൃങ്കീരടി അങ്ങോട്ട് പരിഭ്രമിച്ച് വരണതിൻ്റെ ഇടയിൽ ആ ദേവശ്രീയിൽ കണ്ട് അനുവാദം കിട്ടി. ഇതാ ഭൃങ്കീരടി ഓട്ടി വരുന്നുണ്ട്. ഭൃങ്കീരടി എന്താ അനുവാദം കിട്ടിയോ? അതെ അതിങ്ങനെ ഉരുട്ടെടുത്ത് വെച്ചിരിക്കല്ലേ, ആവശ്യ സമയത്ത് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാൻ. അയ്യോ എന്താ ഭൃങ്കീരടി നീ ഇങ്ങനെയൊക്കെ പറയണത്? പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? നിങ്ങളല്ലേ പറഞ്ഞത് ഈ പേര് പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലാവും എന്നുള്ളത്. ഈ പേര് പറഞ്ഞ അദ്ദേഹത്തിന് എന്നല്ല, ആർക്കും മനസ്സിലാവും. അദ്ദേഹം പറയണത് ഇങ്ങനെ ചിലവരില്ല എന്നാണ്. ഭൃങ്കീരടി നീ അവിടെ പോയിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞ വെച്ചാൽ അതന്നെ ഞാനും പറഞ്ഞത്. ഞങ്ങൾ സ്വർഗസ്ത്രീകള് എന്നാണ് പറഞ്ഞത്. നീ അതന്നെയാണോ പറഞ്ഞത്? എന്നാ ലേശം എനിക്ക് പഴച്ചു, ശേഷം പഴച്ചത് മുഴുവൻ നിങ്ങൾക്കാ. എനിക്ക് പഴച്ചത് എന്താന്നല്ലേ, 1-2 അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. നിങ്ങൾക്ക് പഴച്ചത് ഈ പന്തി അല്ലാതെ കൊണ്ടുള്ള പേരിട്ട് പോന്നത്. ശേഷമുള്ളവന് പറയാൻ പറ്റുന്ന പേര് വേണ്ടേ? ആട്ടെ, വേറെ വല്ല പേരും ഉണ്ടോ? ഇനിയും പേരുണ്ട്. ഇതുപോലെ പന്തി അല്ലാത്തതാണോ? അല്ല. എന്നാ കേക്കട്ടെ, അപ്സര സ്ത്രീകള്. അപ്പൊ ആദ്യത്തെയാ അത് സ്വർഗസ്ത്രീകള്. രണ്ടാമത്തെ എന്തായാലും പറയാൻ പറ്റില്ല. ആദ്യത്തെ പേരൊന്ന് നേരെയാക്കി വേണ്ട, തിരുവുമ്പിൽ പിഴച്ചത് പിന്നെ നാവുമ്പ് തോന്നില്ല എന്നൊക്കെയാണ് പറയുക. ഇപ്പോഴത്തെ പേരെന്താ? ഇത് ഇപ്പോഴത്തെ അല്ല, ഞങ്ങളുടെ എപ്പോഴും ഉള്ള പേരാണ്. ഇപ്പൊ രണ്ടാമത് പറഞ്ഞ പേരെന്താന്നാ ചോദിക്കണത്. അത് അപ്സരസ്. ഓരോ അക്ഷരമായിട്ട് പറയേ. അല്ല എന്ന് പറയും. രണ്ടും കൂടി പറയരുത്. ഒരു അക്ഷരം തന്നെ ഇവിടെ പുറപ്പെടുന്നില്ല. അല്ലാതെ അങ്ങനെ രണ്ടും കൂടി പറയുമ്പോഴേ അത് നേരെയാവുള്ളൂ. അത് പറ്റാത്തോണ്ടല്ലേ നിങ്ങളോട് പറയണത്. അപ്പൊ ഒരുത്തി പറഞ്ഞു, ഭൃങ്കീരടി ഞാൻ പറയണ പോലെ ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ നിനക്ക് കുറച്ച് എളുപ്പമുണ്ടാവും. എന്നാ പറയേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ തരക്കെടൊന്നുമില്ല. അന്നതുപോലെ ഇങ്ങോട്ട് പറഞ്ഞോ. സ്ത്രീ ത്രീ കാള്. ഇനി പിഴക്കരുത് നിരീക്ഷിച്ചിട്ടാണ് ഭൃങ്കീരടി ഇവിടുന്ന് പുറപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഉരുവിട്ട് ഭഗവാന്റെ അടുത്ത് എത്തി. ആദ്യം തൊഴുതു. എറാൻ. എന്താ ഭൃങ്കീരടി? ആരാ വന്നിട്ടുള്ളത്? തല മാത്രമേ ആട്ടുള്ളൂ. സ്ത്രീകള് പറഞ്ഞതിന്റെ തല ആട്ടല് മാത്രമേ ഉള്ളൂ. എന്താ പറയുന്നാണോ പറയണത്? എന്നാ പറയേ. പറയില്ലാതാണോ? ആരാ വന്നിട്ടുള്ളത് വെച്ചാൽ അതങ്ങോട്ട് പറയേ. പതിവുള്ള പോലെ എറാന്റെ കൂടെ അങ്ങോട്ട് ഉരുവിട്ടത് അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പൊ വായിൽ തോന്നിയതാ പറഞ്ഞത്. എറാൻ ഇപ്പൊ വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, അപ്പരത്തികളാണ്. ആര്? അപ്പരത്തികള്. ഭൃങ്കീരടി അങ്ങനെ ചില പേരൊന്നും ഇല്ലാന്ന് പറയരുത്.
അടിയനോട് അവരങ്ങനെയാണ് പറയലുണ്ടായത്. ഈ ഭൃംഗീരുടെ സങ്കടമൊക്കെ കണ്ട് പാർവതി ദേവി അടുത്ത് അവിടെ ഇരിക്കണ്ടല്ലോ. ദേവി ഭഗവാനോട് പറഞ്ഞു, അതെ അവൻ പറയണത് കേട്ടിട്ട് തോന്നണത് സ്വർഗ സ്ത്രീകളെന്നോ അപ്സര സ്ത്രീകളോ എന്നൊക്കെയാണ് തോന്നുന്നുണ്ട്. എന്താ ഭൃംഗീരടി? അതന്നെയാണ് എന്ന് പറഞ്ഞ ഇപ്പൊ ദേവി എന്താ പറഞ്ഞാച്ചാ അതന്നെ രണ്ടാമത് പറയണ്ടല്ലോ. എന്നാ അവരോട് ഇങ്ങോട്ട് വരാൻ പറയേ. ഭഗവാൻ ഒന്നും അറിയാത്ത മട്ടില അവിടെ ഇരിക്കണത്. ആ ഭൃംഗീയുടെ അവിടെ ചെന്ന് പറഞ്ഞു, എല്ലാവരോടും അങ്ങോട്ട് ചെല്ലാൻ കൽപ്പനയായിട്ടുണ്ട്. എല്ലാവരും കൂടി അങ്ങോട്ട് പുറപ്പെട്ടപ്പോ ദേവസ്ത്രീകളെ എല്ലാവരും കൂടി കണ്ടപ്പോ ദേവിക്ക് സന്തോഷം സഹിക്കും. ദേവി അങ്ങോട്ട് ചെന്ന് അവരെ അങ്ങോട്ട് സ്വീകരിച്ച്. കാര്യം എന്താ, സ്ത്രീകളെ സ്വീകരിക്കേണ്ടത് എപ്പോഴും സ്ത്രീകളാ അല്ലേ? അല്ലാതെ കണ്ട് പുരുഷന്മാർക്ക് അവരൊന്ന് എതിരേറ്റാ തരക്കിടില്ല എന്നൊക്കെ തോന്നും. കാലം മാറിയിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ല് എന്തൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു ചെല്ലുമ്പോൾ 2 ആദ്യം കിട്ടുക. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ സ്വീകരിക്കേണ്ടത് എപ്പോഴും സ്ത്രീകളാ. ദേവി അവിടെ ചെന്നു, എത്ര കാലായി നിങ്ങളെ കണ്ടിട്ട്, ഇപ്പൊ ഈ വഴിയൊന്നും വരലില്ലേ? അല്ലാ ദേവി, ഞങ്ങള് ഇങ്ങോട്ട് വരണം എന്നൊക്കെ നിരീക്ഷിച്ചു, പക്ഷെ ഇപ്പോഴേ തരായുള്ളൂ. അട്ടെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. അട്ടെ ഇപ്പൊ എവിടേക്കാ പോണത്? പിന്നെ ഒന്നും കേൾക്കില്ലല്ലോ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് ഇങ്ങനെ പിട്ട് ഒന്ന് ഇത് എത്ര ശ്രദ്ധിച്ചാലും ഇപ്പൊ എന്താ പറഞ്ഞത് അടുത്തുള്ളവരോട് ചോദിച്ചാൽ മതി. ഇപ്പൊ എന്താ മറ്റോള് പറഞ്ഞത് ആവോ? അപ്പൊ കേമായിട്ട് അതൊക്കെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തലയൊക്കെ ആട്ടും. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവൊന്നും വേണ്ട, അങ്ങോട്ട് സമ്മതിക്കുകയാണ്. അതെ ഇപ്പൊ എവിടേക്കാ നിങ്ങൾ പോണത്? ഞങ്ങളേ വേറെ ഒന്നുമല്ല, മാനസരസിലേക്ക് കുളിക്കാൻ വേണ്ടി പോവുക. അപ്പൊ ഈ വഴി വന്നപ്പോ ദേവി ഉണ്ടെങ്കിൽ ദേവിയും കൂടിയും കൂട്ടാൻ നിരീക്ഷിച്ചു. ദേവി എങ്ങനെയാ ഞങ്ങളുടെ കൂടെ കുളിക്കാൻ വരുന്നുണ്ടോ? ഞാനും ഉണ്ട്. അനവധി കാലമായി ഒന്ന് മാനസരസിൽ തുടിച്ചു കുളിച്ചിട്ട്. സാരം ഇവിടെ ഒന്ന് നിൽക്കൂ, ഞാനൊന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ ദേവസ്ത്രീകളെ അവിടെ നിർത്തി ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. ഭഗവാൻ അവിടെ എന്തോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചെന്നപ്പോൾ അവിടുന്ന് വിളിച്ചു, അതേ ദാ ഇവിടെ ഒന്ന് ഇങ്ങോട്ട് നോക്കൂന്ന. ഇതെന്താ അത്? ഈ ഇതാ അതേന്ന് വിളിക്കണത് ബഹുമാന സൂചക. പണ്ടൊക്കെ ഭാര്യമാര് ഭർത്താക്കന്മാരെ അങ്ങനെ വിളിക്കുക ഒക്കെ ബഹുമാന സൂചകമായിട്ടാണ്. അതേ ഇവിടെ ഇന്നിപ്പോ അതല്ല, ഇന്ന് ബഹുമാനം ഇല്ല എന്നല്ല, ലേശം ഒരു പരിഷ്കാരമുണ്ട്. പണ്ടൊക്കെ എങ്ങനെയാ? അതേ. ഇപ്പോഴോ? അതേ ദാ വരണു. ആദ്യം അങ്ങോട്ട് ചെല്ലും. കാര്യം കുറച്ച് പരിഷ്കാരം അത്രേ ഉള്ളൂ. അവിടെ ചെന്നു, എന്തിനാ പാർവതി അവരെ വന്ന് ദേവസ്ത്രീകൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? അതെ അത് വേറൊന്നുമല്ല, അവരെല്ലാവരും കൂടി മാനസരസിലേക്ക് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ വഴി വന്നപ്പോ എന്നെയും കൂടിയും കൂട്ടാൻ നിരീക്ഷിച്ച് പോകുന്ന ഞാനും കൂടി എന്നാ അവരുടെ കൂടെ കൊണ്ട് കുളിക്കാൻ പോട്ടെ. ദേവി അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴേക്കും സമ്മതം അങ്ങോട്ട് കിട്ടി. അത് കണ്ടപ്പോ ദേവിക്ക് തോന്നി, ഇതെന്തോ ഒരു പന്തിയല്ലാണ്ട് ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ അപ്പത് പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നില്ലേ? അല്ല ഞാൻ ഇപ്പൊ അങ്ങോട്ട് കുളിക്കാൻ പോയിട്ട് ഇടഞ്ഞ് എന്തെങ്കിലും എന്നൊരു കാര്യമുണ്ട് പാർവതി, പോണ്ടാച്ചോളൂ. പോണ്ടാച്ചാ ഞാൻ അവരോട് ഇപ്പൊ പറഞ്ഞിട്ടല്ലേ പോന്നത്. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ. ഇനി തിരിച്ചു ചെന്നിട്ട് ഞാനില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കുളിയില്ല, പല്ലേപ്പും ഇല്ല, ഒന്നുമില്ല, സദാസമയം ഭർത്താവിന്റെ മുഖത്തേക്ക് ഉരുട്ടി മിഴിച്ചിരിക്കുക എന്ന് പറയില്ലേ? ദേവിക്ക് പോണമെന്നുണ്ടെങ്കിൽ പോയിക്കോളൂ, പോണ്ടാന്നുണ്ടെങ്കിൽ പോണ്ട. പാർവതി ദേവി കണക്കാക്കി ഇവിടെ ആരും ഇല്ലാണ്ടിരുന്നാലല്ലേ, അപ്പോഴല്ലേ ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണല്ലോ ഈ ഏട്ടത്രം തോന്നുക. ഇവിടെ ആരും ഇല്ലാണ്ടിരിക്കുമ്പോ നോക്കുമ്പോഴാ ശാസ്താവിനെ കണ്ടു. ആരാ അതെ? ശാസ്താവല്ലേ? അതേ അമ്മേ. ഇപ്പൊ എവിടേക്കാ പോണത്? അമ്മേ ഞാൻ നായാട്ടിന് പോവുക. ഇപ്പൊ നായാട്ടിനൊന്നും പോണ്ട അമ്മേ, ഞാൻ പോയിട്ട് വേഗം ഇങ്ങോട്ട് വരാം. അമ്മ മാനസരസിലേക്ക് കുളിക്കാൻ വേണ്ടി പോവുക. അവിടെ അച്ഛൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ അവിടെ. അമ്മേ ഞാൻ നായാട്ടിന്. നിനക്ക് കാട് കയറി നടക്കല് കുറച്ച് കൂടിയിട്ടുണ്ട്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ആ ശാസ്താവിനെ ഭഗവാന്റെ വലത്തുപുറത്ത് കൊണ്ടുവന്നിരുത്തി. ഒന്ന് പോരലോ, ഒരാവശ്യത്തിന് പറഞ്ഞയച്ച അവിടെ ആളില്ലാണ്ടേ. നോക്കുമ്പോഴാണ് ഇതെന്താ സുബ്രഹ്മണ്യം അവിടെ ഇരുന്ന് കാണിക്കണത്? അമ്മേ ഞാൻ ഇവിടെ ഇരുന്ന് ഗണിക്കുകയാണ്. ഈ ആരും ഇല്ലാത്തോടത്തിരുന്ന് ഇരുന്നിട്ട് വേണോ ഗണിക്കാൻ? ആ അച്ഛൻ്റെ അടുത്ത് പോയിരുന്ന് ഗണിച്ചാ പോരെ? എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അദ്ദേഹം അത് മാറ്റി തരില്ലേ? ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ടാ പറഞ്ഞ് ആ സുബ്രഹ്മണ്യനെ ആ ഭഗവാന്റെ ഇടത്തുപുറത്തും കൊണ്ടുവന്നിരുത്തി. 2 ദേവിക്ക് വിശ്വാസം പോരാ. നോക്കുമ്പോ ഭദ്രകാളി വരുന്നുണ്ട്. ഭദ്രകാളി ഭഗവാന്റെ മുമ്പിലും തൊഴുതു പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. 3 പോരലോ. കാര്യം എന്താ? അദ്ദേഹം ഒന്ന് കണ്ണുരുട്ടി മിഴിച്ചു നോക്കി ഈ 3 ഇവിടുന്ന് ഓടും.
കുറച്ച് ബലത്തിന് ആരാ വേണ്ടത്? നോക്കിയപ്പോൾ ദാ വരണു ചെവിയാട്ടിയിട്ട് ശ്രീമഹാഗണപതി. ദേവിയെ ആ ശ്രീമഹാഗണപതിയെ കണ്ടപ്പോൾ തന്നെ ദേവിക്ക് ധൈര്യമായി. കാര്യം ദിനം അങ്ങനെ ഇങ്ങനെയൊന്നും ഇളകണോനല്ല. ഇപ്പം ഇളക്കാൻ പുറപ്പെട്ടിട്ട് എന്തായി? ആരെങ്കിലും ഇറക്കാൻ പുറപ്പെട്ട അതങ്ങനെ ഉറച്ചിരിക്കുകയുള്ളൂ. നോക്കുമ്പോൾ ബാക്കിയുള്ളവരെ വിളിച്ച പോലെ അല്ല വിളിക്കലുണ്ടായതേ. കുറച്ച് വാത്സല്യത്തോടു കൂടിയിട്ടാ. വല്ലുണ്ണി എന്താ അമ്മേ? ഇവിടെ വരൂ വല്ലുണ്ണി. അമ്മേ പാപ്പം തരാനാണോ? പാപ്പൊക്കെ തരാം. എപ്പോൾ നോക്കിയാലും ഈ പാപ്പം 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 എന്ന് മാത്രമല്ല. അമ്മേ എനിക്ക് വിശക്ക് പാപ്പം തരാം. അമ്മേ പാപ്പം തരാം. അമ്മേ വിശന്നിട്ട് വയ്യ അമ്മ പാപ്പം തരൂ. പാപ്പം തരാം. അമ്മ മാനസരസ്. അമ്മ എവിടേക്കാച്ചാ കുളിക്കാൻ പോക്കുള്ളൂ? പാപ്പം തരൂ അമ്മ. വിശന്നിട്ട് വയറൊട്ടി കിടക്കണത് കണ്ടില്ലേ അമ്മേ? വെല്ലുണ്ണി അവിടുന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ആ വയറെൻ്റെ മേത്ത് വന്ന് തട്ടിയല്ലോ. ഇതാണോ ഒട്ടിക്കിട? ഞാൻ ഇത് കുറെ കാലമായി ഇത് കുറയ്ക്കണം നിരീക്ഷിച്ച് നടക്കണേ. ഉള്ള കാര്യം അങ്ങോട്ട് പറയാലോ. ഇത് എന്ത് ചെയ്തിട്ടും കുറയണില്ലേ. അതുകൊണ്ടാണ് കാര്യം. നല്ലോണം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നല്ലോണം ചെലുത്തണമുണ്ട് ഇല്ലേ? ഇത് അകത്തേക്ക് നല്ലോണം ആയ ഭൂന്ന് വന്ന് ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ടാണ് അമ്മ ഇത് എൻ്റെ ഒരു പ്രകൃതി. അത് ഒരു കാലത്തും കുറയുന്നു തോന്നുന്നില്ല. ഇനി കുറഞ്ഞാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല. അമ്മ മാനസരസിലേക്ക് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മ കുളിച്ച് വരണത് വരെ അച്ഛൻ്റെ മടിയിൽ ഇളകാണ്ടിരുന്നാൽ അമ്മ 1000 നാഴി അരി കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കി തരാം. അമ്മേ ആ അപ്പം ഇപ്പം ഇങ്ങോട്ട് തരുമോ? അതെന്തിനാ വല്ലുണ്ണി ഇപ്പം തരണത്? അമ്മേ ആ അപ്പം അമ്മ ഇപ്പം ഇങ്ങോട്ട് തന്ന ഈ അപ്പം അമ്മ വരണത് വരെ എനിക്ക് അങ്ങനെ അച്ഛൻ്റെ മടിയിലിരുന്ന് കഴിക്കാലോ. വല്ലുണ്ണിയോട് അത് ഇങ്ങോട്ട് പോരാനാ പറഞ്ഞത്. കിടാങ്ങൾ എത്ര വലുപ്പമായാലും വേണ്ടില്ല, ഒക്കത്തെ ഏറ്റാൻ വലിയ വിഷമമൊന്നുമില്ല. ഒക്കത്തെ അങ്ങോട്ട് ഏറ്റി ഭഗവാന്റെ മടിയിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇരുത്തി. ദേവി ധൈര്യസമേതം കുളിക്കാനും പോയി. ഇത് അങ്ങനെ ഇങ്ങനെ ഒന്നും ഇളകണമല്ലാന്ന് ദേവിക്ക് അറിയാം. പോണ വഴിക്ക് ഗോപുരത്തിൻ്റെ അവിടെ ഭൃംഗീടിയോട് പറഞ്ഞു, അതെ അകത്ത് ഒന്ന് മനസ്സിരുത്തിക്കോളൂ കേട്ടോ. ഓ ഭൃംഗീടിക്ക് അക്ഷരം പുറപ്പെടില്ല എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം മനസ്സിലാവേ. അവിടുന്ന് പുറപ്പെട്ടു. ദേവി കുളിക്കാനും പോയി. നോക്കുമ്പോൾ ഭഗവാൻ കണ്ടോണ്ടിരിക്കുക. ആഹാ പാർവതി ഒന്ന് ഇവിടുന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അത്രയും ക്ലേശം അനുഭവിച്ച്. നോക്കുമ്പോൾ 4 പുറത്ത് ഉരുട്ടി വീഴ്ചിരിക്കണത് കണ്ടില്ലേ? എന്താ ശാസ്താവ് എന്നത് ആയാട്ടൊന്നുമില്ലേ? ഉവ്വച്ചാ എന്നാ പോയിക്കൂടെ? അല്ല അമ്മ പറഞ്ഞു അമ്മ കുളിക്കാൻ പോവുകയാണ്. അതിന് അല്ല അപ്പൊ അച്ഛൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്ത്. അതെ ഞാൻ ഇവിടെ സിദ്ധി കൂടാ മരിക്കാൻ കിടക്കുകയാണല്ലോ അല്ലേ? അല്ല അച്ഛ കടന്നു പോകരുത്. മക്കളായാലും വേണ്ടില്ല, അവനവൻ്റെ ആവശ്യത്തിന് എതിരായിട്ട് നിന്നാ ഒക്കെ ആരോടും അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ശാസ്താവ് എന്ത് കണക്കാക്കി? അമ്മ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇരുന്നു. അച്ഛൻ എന്താ പോവാൻ പറഞ്ഞു, ഞാൻ എന്താ പോണു. അവിടുന്ന് ശാസ്താവ് പോയി. നോക്കുമ്പോളാ ഇതെന്താ സുബ്രഹ്മണ്യ ഇവിടെ ഇരുന്ന് കാണിക്കണത്? അച്ഛാ ഞാൻ ഇവിടെ ഇരുന്ന് ഗണിക്കുകയാണ്. ആഹാ ഇപ്പൊ എന്താ ഗണിക്കണത്? അച്ഛാ ഞാൻ ഇപ്പൊ ഗണിക്കണത് അച്ഛൻ്റെ ജാതകം. നല്ല പാകായില്ലേ? മഹാൻ അച്ഛൻ്റെ ജാതകം ഗണിക്കുക. വലിയ താമസം ഇല്ലാണ്ട് ഉണ്ടാവും കേട്ടോ. കാര്യം അങ്ങനെ ഉണ്ടാവുക. ആ ജാതകം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന് തോന്നി എന്നാ അതിൻ്റെ ഫലം ഒന്ന് എന്താണെന്ന് അറിയണ്ടേ, എന്നാ ഫലം ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രവർത്തിക്കാരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടോ? ചിലർ പോയിട്ടുണ്ടെങ്കിൽ അപ്പം കാണാം. എന്താ ചിലർ ആദ്യം ആ പലക എടുത്ത് വെച്ചിരിക്കണവരുണ്ട്, ചിലത് ചെന്നാലേ എടുത്ത് വെക്കുള്ളൂ. ആ പലക അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കബഡിയുടെ സഞ്ചി അങ്ങോട്ട് അഴിച്ച അവർക്ക് മതിയെന്ന് തോന്നണത് വരെ എത്ര കണക്കൊന്നുമില്ല. അത് കഴിഞ്ഞാൽ കെട്ടിങ്ങോട്ട് എടുത്ത് വയ്ക്കും. പിന്നെയാണ് പ്രയോഗം മുഴുവൻ. എന്താ അത്? വാരണം കോരണം ചക്കിലിട്ട് ആട്ടണം, വാരണം കോരണം ചക്കിലിട്ട് ആട്ടണം. കണ്ണുന്ന് മൂക്കും പോയി, മൂക്കും നാക്കും പോയി, കബഡിയും പോയി, പലകയും പോയി, സഞ്ചിയും പോയി, അതും പോയി ഇതും പോയി, ഒക്കെ പോക്കേ ഉള്ളൂ. യാതൊരു വരവുമില്ല. പിന്നെ ഈ തവളയെ തല്ലി കൊന്നിട്ട പോലെ അങ്ങോട്ട് കമത്തിയിട്ടും മലത്തിയിട്ടൊക്കെ മതി സുബ്രഹ്മണ്യ എന്താ ഈ കാണിക്കണത്? അച്ഛാ അതൊക്കെ ഇതിൻ്റെ ഒരു രീതിയാണ്. അതെ ആട്ടെ ജാതക ഫലം കേൾക്കട്ടെ. അച്ഛാ ഇതിപ്പോ അച്ഛനോട് ഇപ്പൊ എങ്ങനെയാ പറയണത്? അച്ഛാ സാധാരണ പറയണത് പോലെ അങ്ങോട്ട് പറയുക. അല്ല അച്ഛന് വിധിവശാൽ എന്താ അച്ഛന് എന്താച്ചാ പറയൂ സുബ്രഹ്മണ്യ. അല്ല അച്ഛന് എരന്ന് നടക്കാനുള്ള യോഗം ഇതിലിങ്ങനെ ഫലിക്കാണ്ട പോട്ടെ. ഒരു ശാപം ഉണ്ടായി. ആ ശാപം വന്ന് ശരീരത്തിൽ തട്ടിയപ്പോ സുബ്രഹ്മണ്യന് സങ്കടമായി. അച്ഛാ ഞാൻ എത്ര കാലം ക്ലേശിച്ചിട്ടാണ് ഈ ഒരു പ്രവൃത്തി ഉണ്ടാക്കിയെടുത്തത്. അച്ഛൻ എന്നെ ശപിക്കുക കാരണം ഇനി ഈ പ്രവൃത്തിയിൽ ഒരാളും എന്നോട് വിശ്വസിക്കില്ലല്ലോ. അങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കൊന്നുമില്ല. എന്നെ സാമാന്യം പോലെ ഭജിക്കണവർക്ക് ഒപ്പിച്ചാൽ ഒത്തോളും നന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടേ.
ഒക്കല് കഷ്ടിയാണ്, ഒപ്പിക്കലാണ് അധികം. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. അത് ശ്രീപരമേശ്വരനെ വേണ്ടതുപോലെ ഭജിക്കണവര് ഈ പ്രവൃത്തിയിൽ എത്ര യോഗ്യന്മാരുണ്ട്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഭരിക്കണവരുണ്ട്. എന്തായാലും ഇത് കേൾക്കേണ്ട താമസം സുബ്രഹ്മണ്യൻ കബഡിയും പലകയും സഞ്ചി എടുത്ത് അവിടുന്ന് അങ്ങോട്ട് പോയി എന്ന് മാത്രമല്ല ഭദ്രകാളിയും പറഞ്ഞയച്ചു. നോക്കുമ്പോൾ ഇനി ഈ സാധനത്തിനെ ഇവിടുന്ന് ഒന്ന് മാറ്റണ്ടേ. അവിടുന്ന് വിളിച്ചു, വല്ലുണ്ണി വല്ലുണ്ണി വല്ലുണ്ണി. എന്താ അച്ഛാ, എത്ര നേരമായി ഞാൻ വിളിക്കണു? അച്ഛാ ഞാൻ കേട്ടില്ല എന്ന് എൻ്റെ മടിയിലിരുന്നിട്ട് ഞാൻ വിളിക്കണത് വല്ലുണ്ണി കേട്ടില്ല എന്ന് പറഞ്ഞ അച്ഛാ, അതിന് ബാക്കിയുള്ളവരെ പോലെ അല്ലല്ലോ ഞാൻ. അതെന്താ അത്? എൻ്റെ ചെവി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടില്ലേ? അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് ആടുമ്പോ ഈ ചെവി വന്ന് ഇങ്ങോട്ട് അടയുമ്പോ പടഞ്ഞാ പിന്നെ ഒന്നും കേൾക്കില്ല. അപ്പൊ അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ എൻ്റെ ചെവി അടഞ്ഞിട്ടാവും. അതുകൊണ്ടാ ഞാൻ കേൾക്കാതെ. നിനക്ക് എന്തിനൊരു യുക്തി ഉണ്ടല്ലോ. വല്ലുണ്ണി സാരം നേരായില്ലേ അച്ഛൻ്റെ മടിയിലിരിക്കണു? അച്ഛാ കുറച്ചധികം നേരായി. അതെ, അച്ഛൻ ഇങ്ങനെ കുറേശ്ശെ കാല് വേദനിക്കുണ്ടോ എന്നൊരു സംശയം. ഒരു കാര്യം ചെയ്യൂ വല്ലുണ്ണി, ഇവിടുന്ന് ഈ മടിയിൽ നിന്ന് എണീറ്റിട്ട് ഒന്ന് ഇങ്ങേപ്പുറത്തേക്ക് ഒന്നും ഇങ്ങോട്ട് ഇരിക്കുവോ? ഭഗവാൻ എന്ത് കണക്കാക്കി? ഇവിടുന്ന് അങ്ങോട്ട് എണീറ്റാ പിന്നെ ഇരുത്താണ്ട കഴിച്ചു കൂട്ടാന്നാ നിരീക്ഷിച്ചത്. ശ്രീ മഹാഗണപതിയോ അത് ഉറച്ചിട്ട് തന്നെ അവിടെ ഇരിക്കണം. അച്ഛാ അത് വേണ്ട അച്ഛന് കാല് വേദനിക്കണ്ടേ. അല്ല അതുകൊണ്ടല്ല അച്ഛാ, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇളകി കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു നഷ്ടണ്ടേ. എന്താ വല്ലുണ്ണിക്ക് ഇത്ര വലിയ നഷ്ടം? അച്ഛാ അത് വേറൊന്നുമല്ല, അമ്മ മാനസരസിലേക്ക് കുളിക്കാൻ പോയിരിക്കല്ലേ? അതെ. അപ്പൊ അമ്മ കുളിക്കാൻ പോകുമ്പോ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ കുളി കഴിയണത് വരെ അച്ഛൻ്റെ മടിയിൽ ഇളകാതെ കണ്ടിരുന്നാൽ 1000 നാഴി അരി കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛാ. എടി കേമി, നീ ഇത്രയൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? എന്നാ കാട്ടി തരാം വല്ലുണ്ണി. എന്താ അച്ഛാ? അമ്മ 1000 നാഴി അരി കൊണ്ടുള്ള അപ്പല്ലേ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുള്ളൂ അച്ഛാ. അത്രയേ ഉള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യൂ, വെല്ലുണ്ണി ഇവിടുന്ന് എണീറ്റ് ഇങ്ങേപ്പുറത്തേക്ക് ഇരുന്നാൽ അച്ഛൻ 2000 നാഴി അരി കൊണ്ടുള്ള ആട്ട ഉണ്ടാക്കി തരാം. വേണ്ട അച്ഛാ. അതെന്താ വെല്ലുണ്ണി, 1000-നേക്കാൾ വലുതല്ലേ 2000? അതൊക്കെ അതെ, അല്ലാന്ന് പറയണില്ല. അമ്മയുടെ അപ്പം ഉണ്ടായിട്ടല്ലേ അച്ഛാ അച്ഛൻ്റെ അട ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് അമ്മയുടെ അപ്പം മതി, അച്ഛൻ്റെ അട വേണ്ട. വല്ലുണ്ണി എനിക്ക് കാല് വേദനിക്കണൂന്ന്. അതെ മക്കളായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ അച്ഛൻ്റെ അമ്മയുടെ മടിയിലൊക്കെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഇവിടുന്ന് എണീറ്റ് ഇങ്ങേപ്പുറത്തേക്ക് ഇരിക്കാം. ഞാൻ ഇളകില്ല, എനിക്ക് വല്ലാണ്ട കാല് വേദനിക്കുന്നുണ്ടോ വല്ലുണ്ണി, ഇങ്ങോട്ട് മാറാനാ പറഞ്ഞത്. അതെ ഞങ്ങള് മക്കള് ആരെങ്കിലും വന്ന് അച്ഛൻ്റെ മടിയിൽ ഇരിക്കുമ്പോ മാത്രമേ അച്ഛന് കാല് വേദനിക്കുള്ളൂ. അമ്മ എപ്പോ വന്ന് ഇരുന്നിട്ട് എണീറ്റ് പോകുമ്പോഴും പാർവതി കുറച്ചും കൂടി കഴിയട്ടെ എന്നല്ലേ പറയാറ്. നല്ല പാകായില്ലേ? ഇതാണ് കിടാങ്ങളുടെ മുമ്പിൽ വെച്ച് ഏട്ടത്തരം കാണിക്കരുത് എന്ന് പറയണതേ. ഭഗവാന് കോപം ഇങ്ങോട്ട് മാറാനാ പറഞ്ഞത്. ഞാൻ മാറില്ല അച്ഛാ. ഭഗവാന് ദേഷ്യം സഹിക്കു വയ്യാതെ കണ്ട ആ പുറം കഴുത്ത് പിടിച്ച് ഒന്നങ്ങോട്ട് ഉന്തിന്ന് പറഞ്ഞയക്കാൻ ഉന്തിയപ്പോഴാണ് അവിടുന്ന് ഉരുണ്ട് കീഴ്ക്കൊമ്പനായിട്ട്, കാല് മേപ്പെട്ട് തല കീഴ്ക്കൊമ്പനായിട്ട് അങ്ങനെ ചടപടത്തിയും പറഞ്ഞയക്കേണ്ടതിനെ മുഴുവൻ അദ്ദേഹം പറഞ്ഞയച്ചു. എന്തായാലും പാർവതി വരണേക്കാൾ മുമ്പ് ഗംഗയെ ഒന്ന് തൃപ്തിപ്പെടുത്തണമല്ലോ. ആ ജടാധാരം സാവധാനത്തിൽ അഴിച്ച് മടിയിലിരുത്തി അങ്ങനെ ഓരോ നേരം പോക്കുകൾ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ ഭൃംഗീടി പിടക്കിട്ട് വന്നു. ഒരു തൊഴല ഭൃംഗീടി കാണുകയില്ലോ. നേരം കിട്ട് മടക്കി. എന്താ ഭൃംഗീരടി? അല്ല ദേവി കുളിക്കാൻ പോയിരിക്കുകയാണല്ലോ. അതെ. അല്ല അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട്. നല്ല പാക. ഈ സാധനത്തിനൊക്കെ ഒരു ആവശ്യത്തിന് ഇങ്ങോട്ട് വിളിച്ചാൽ തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. ഇപ്പം ആവശ്യമുണ്ടോ ചോദിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം, നീ അങ്ങോട്ട് പോയിക്കോ. ഭൃംഗീരടിയെ പറഞ്ഞയച്ചു. ഗംഗയെ ജട അഴിച്ചു. ആദ്യം മടിയിലിരുത്തി. സാരം നേരം കഴിഞ്ഞപ്പോൾ ഭൃംഗീരടി വന്നു. ആദ്യം മടക്കി. എന്താ? ചിലവർ തൃപ്പാദം കണ്ട് വന്ദിക്കാൻ വന്നിട്ടുണ്ട്. ആരാ വന്നിട്ടുള്ളത്? 2 കട്ടുറുമ്പോ? അപ്പൊ ഭഗവാന് തോന്നി ഇതിപ്പോ സമയം കളയാനുള്ളതാണ്. ഒരു കാര്യമുണ്ട് ഭൃംഗീരടി, ഇനി ആകാശചാരികളായിട്ടുള്ള ആരെങ്കിലും വന്നാൽ മാത്രം ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി. പോയിക്കോളൂ അങ്ങോട്ട്. ആദ്യം ഗംഗയെ മടിയിലിരുത്തി സല്ലപിക്കാൻ തുടങ്ങി. സാരം നേരം കഴിഞ്ഞപ്പോ ഭൃംഗീരടി ഇവിടെ വന്നു. ആദ്യം തൊഴുതു. ആദ്യം മടക്കി. എന്താ ഇനിയിപ്പോ ആരാ വന്നിട്ടുള്ളത്? ആകാശചാരികളാണ്. 2 പേരുണ്ട്. ഇനി ആരാ? അശ്വിനി ദേവകളാണോ? അതല്ല,
പിന്നെ ആരാ ഉള്ളത്? 2 കൊതുവോ? ആ, കൊതു ആകാശചാരിയല്ലേ, അവരിങ്ങനെ നിലത്ത് കൂടെ സഞ്ചരിക്കല് പതിവില്ലല്ലോ. നോക്കുമ്പോൾ മൂളിങ്ങനെ നടക്കും. ഭഗവാനിങ്ങനെ അതെ ഭൃങ്കിയുടെ ഒരു കാര്യമുണ്ട്. ഇനി ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് ഓടിക്കേറി ഇങ്ങോട്ട് വരണ്ട. നീ ആ ഗോപുരത്തിന്റെ അവിടുന്ന് ആദ്യം ഒരു ശബ്ദം ഉണ്ടാക്കണം. ആ ശബ്ദം ഉണ്ടാക്കിയതിന് ശേഷം മതി നീ ഇങ്ങോട്ട് പോരല്ലേ. അവിടെ പോകണേ ഭൃങ്കിയുടെ പറഞ്ഞു. ആദ്യം അടിയിലിരുത്തി അങ്ങനെ സല്ലപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭൃങ്കിയുടെ അവിടുന്ന് ശബ്ദം ഉണ്ടാക്കി. അത് ഭഗവാൻ കേട്ടു. അവിടെ ആരോ വന്നിട്ടുണ്ട്, അതാണ് അവൻ അങ്ങനെ ശബ്ദം ഉണ്ടാക്കണത്. മടക്കി ഭൃങ്കിരടി ആരാ വന്നിട്ടുള്ളത്? ആരുമില്ല. പിന്നെന്താ ഒരു ശബ്ദം കേട്ടത്? അത് കഫത്തിന്റെ അസ്ഖിതയാണ്. കഫത്തിന്റെ അസ്ഖിത എത്ര? എന്നാല് കാര്യമുണ്ട് ഭൃങ്കിയുടെ, ഇനി ആര് വന്നാലും ഇപ്പൊ കാണാനുള്ള സമയമല്ല എന്ന് പറഞ്ഞേക്കൂ. ഇനി പങ്കിട്ട് പോകും വേണ്ടല്ലോ. അങ്ങനെ ശ്രീപരമേശ്വരൻ ഗംഗാ ഭഗവതിയെ മടിയിലിരുത്തി അങ്ങനെ സല്ലപിക്കണു. അങ്ങനെ സല്ലപിക്കണ സമയത്താണ് ശ്രീനാരദ മഹർഷി ലോകസഞ്ചാരത്തിനായിട്ട് ഇറങ്ങി. അപ്പോൾ കൈലാസത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഭഗവാനെ ഒന്ന് കണ്ട് വന്ദിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ഭൃങ്കിയുടെ കണ്ടു. എന്താ ഭൃങ്കിയുടെ ഇങ്ങനെ ഒരു മൗഢ്യമായിട്ടിരിക്കണത്? ദീനം വല്ലതുണ്ടോ? ഒന്നുമില്ല. ആട്ടെ ഇപ്പോൾ തൃപ്പാദം കണ്ട് വന്ദിക്കാൻ? ഓഹോ, തൃപ്പാദം എന്നല്ല, ഒക്കെ കണ്ട് വന്ദിക്കാനുള്ള സമയം അത് വേണം പറയാൻ. അത് കേട്ടപ്പോൾ ശ്രീനാരദ മഹർഷിക്ക് തോന്നി എന്തായാലും അദ്ദേഹത്തിനെ ഇപ്പോൾ അങ്ങനെ ക്ലേശിപ്പിക്കേണ്ട. എന്തായാലും ദർശനത്തിൻ്റെ തുല്യ ഫലമാണല്ലോ പ്രദക്ഷിണം വയ്ക്കല്. ഇനി കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രദക്ഷിണം വെച്ചാൽ മതിയതാ. അങ്ങനെ ശ്രീപരമേശ്വരൻ ഇരിക്കുന്ന ആ പ്രദേശത്തിന് പ്രദക്ഷിണമായിട്ട് വീണയും വീട്ടി നാരായണ നാമങ്ങളും ജപിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കണു. അങ്ങനെ സഞ്ചരിക്കണതിൻ്റെ ഇടയിലാണ് വേറൊരു ശബ്ദം കേട്ടു. നാരദ നാരദ. ഇതെന്താ ഒരു പന്തിയല്ലാണ്ട് ശബ്ദം? നോക്കുമ്പോളാ ഇതെന്താ ഒരു സാധനം കാലുമേപ്പെട്ട്. ശ്രീ മഹാഗണപതിയാ. വല്ലുണ്ണി തമ്പുരാൻ, ഇതെന്താ ഇവിടെ വന്ന് എഴുന്നള്ളി കിടക്കണത്? എഴുന്നള്ളി കിടക്കേ? തമ്പുരാനാണേ. അപ്പം അതുപോലെ ചോദിക്കണം, ഇവിടെ വന്ന് കിടക്കണത് എഴുന്നള്ളി കിടക്കുക, അതാണ് എഴുന്നള്ളി കിടക്കല്. നാരദ, എന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചു കയറ്റുമോ? അയ്യോ, അല്ല അതിപ്പോ ഞാനെങ്ങനെയാ കേട്ടണത്? നാരദ കയ്യും കിട്ട് തന്നാ മതി, അപ്പോ ഞാനങ്ങോട്ട് കയറിക്കോ. അല്ല, കയ്യിന് കയറണം എന്നുണ്ട്, പക്ഷെ ഒരു ആനയെ കയറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടിയാൽ കൂടില്ലല്ലോ. നാരദ കയ്യും കിട്ട് തന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ നേരെ ആക്കിക്കോളാം. വല്ലുണ്ണി തമ്പുരാൻ എന്നെയും കൂടി ആ കുഴിയിലേക്ക് പിടിച്ചിട്ടോളാന്നാണോ? അല്ല നാരദ, ഒരുവിധം ശ്രീ മഹാഗണപതിയെ എവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കയറ്റി. എന്നിട്ട് ചോദിച്ചു, വല്ലുണ്ണി തമ്പുരാൻ തിരുമേനിക്ക് എന്തെങ്കിലും പറ്റിയോ? നാരദ, ഞാൻ എന്താ അവിടുന്ന് അങ്ങോട്ട് പോന്നതേ. ഒന്ന് അങ്ങോട്ട് നോക്കൂ നാരദ, അത്രയും പൊക്കണ്ട്. അവിടുന്ന് അങ്ങോട്ട് പോന്നപ്പോൾ അവിടെ പാറയൊക്കെ ഉണ്ട്. ആ പാറയൊക്കെ പൊട്ടി അതിൻ്റെ പൊട്ടിയൊക്കെ ഇതാ കണ്ടത്. ഈ പൊട്ടിയൊക്കെ അതൊന്ന് പറ്റിയതാണേ. അല്ല, തിരുമേനി എന്ന് പറഞ്ഞാൽ ഞാൻ നിരീക്ഷിച്ചത് അങ്ങയുടെ ശരീരത്തിനും ഒന്നും പറ്റിയിട്ടില്ല. പാറയൊക്കെ പൊട്ടി മേത്ത് പൊടി ചെയ്താ പറയണത്. നോക്കുമ്പോഴാണ് കാര്യമൊക്കെ പറഞ്ഞു മനസ്സിലായി. എന്തായാലും ശ്രീ മഹാഗണപതിയോട് യാത്രയും പറഞ്ഞ് ശ്രീനാരദ മഹർഷി അവിടുന്ന് ശ്രീനാരദ മഹർഷി കണക്കാക്കി ഇത് എത്രയും പെട്ടെന്ന് ദേവി അറിയിക്കണം. കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും അധികം നേരം ഇരിക്കില്ല എന്നൊക്കെയാ പറയുക. ശേഷമുള്ള യാത്ര മാനസരസിൻ്റെ പക്കത്തു കൂടെ ആക്കിയത് മാത്രമല്ല, സാധാരണ നാരായണ മധുസൂദന ഗോവിന്ദ അങ്ങനെയുള്ള നാമങ്ങളൊക്കെ ജപിക്കല് പതിവ്. ഇതിലിപ്പോൾ ലേശം ഒരു വ്യത്യാസമുണ്ട്. എന്താ അത്? ഞാൻ കൈലാസത്തിൽ പോയില്ല, നാരായണ നാരായണ നാരായണ. ഭൃങ്കിയുടെ തൃപ്പാദം കണ്ട് വന്ദിക്കാൻ സമയമല്ല എന്ന് പറയലുണ്ടായില്ല, നാരായണ നാരായണ നാരായണ. വല്ലുണ്ണി തമ്പുരാൻ തല കീഴായി കിടക്കണത് കണ്ടതുമില്ല, നാരായണ നാരായണ നാരായണ. തലേലമ്മ മടിയിൽ ഇറങ്ങിയതുമില്ല, നാരായണ നാരായണ നാരായണ. ഞാനൊന്നും കണ്ടതുമില്ല, ഞാനൊന്നും കേട്ടതുമില്ല. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ. ഇതിങ്ങനെ ചൊല്ലി മാനസരത്തിൻ്റെ പക്കത്തൂടെ നടക്കണേ. നോക്കുമ്പോൾ ശ്രീപാർവതി ദേവി മുങ്ങിങ്ങിട്ട് നിവരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ നാമ കേൾക്കണത്. എന്താ അദ്ദേഹം പറയണത്? ഞാൻ കൈലാസത്തിൽ പോയില്ല. അങ്ങനെ ആരെങ്കിലും പറയുമോ? അതെ, ഞാൻ ഇന്ന ദിക്കിലേക്ക് പോയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാം ആ വിദ്വാൻ എവിടുന്നാ വരണത് എന്നുള്ളത്. പിന്നെന്താ കേൾക്കണത്? ഭൃങ്കീരടി ഇപ്പൊ തൃപ്പാദം കണ്ട് വന്ദിക്കാൻ സമയമല്ല എന്ന് പറയലും ഉണ്ടായില്ല. അപ്പൊ അവനത് പറഞ്ഞിട്ടുണ്ട്.
ആഹാ, പിന്നെന്താ കേൾക്കണത്? വല്ലുണ്ണി തമ്പുരാൻ തലകീഴായി കിടക്കണത് കണ്ടതുമില്ല, അതിനെയും അവിടുന്ന് പിടിച്ചു ഉന്തി ഇട്ടുവോ? ഇതെന്താ നോക്കുമ്പോഴാണ് കേൾക്കണത്, തലേലമ്മ മടിയിലിറങ്ങിയതുമില്ല, എട്ടി കൊള്ളരുതാത്തോളെ. ഇത് ഉണ്ടാവും, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഉണ്ടാവരുത് നിരീക്ഷിച്ചിട്ടാ ഞാൻ അത്രയും അവരെ പിടിച്ചിരുത്തി വന്നത്. ദേവിക്ക് ഇത് അങ്ങോട്ട് കേൾക്കേണ്ട താമസം. ആഹാ, മുങ്ങി അങ്ങോട്ട് നിവർന്നല്ലോ, തല ഒന്ന് തൊടിയിച്ചങ്ങോട്ട് കെട്ടി, ഉടുത്ത മുണ്ടിന്റെ അറ്റം കൂട്ടി പിഴിഞ്ഞ് ഈറം മാറാനൊന്നും നിന്നില്ല, നേരെ കൈലാസത്തിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. ദേവിയുടെ എഴുന്നള്ളത്ത് അങ്ങോട്ട് കണ്ടപ്പോ ഭൃംഗീരടി വഴി അങ്ങോട്ട് മാറിക്കൊടുത്തു. നേരെ അങ്ങോട്ട് ചെന്നപ്പോളാ എന്താ അത്, ശ്രീപരമേശ്വരനും ഗംഗാഭഗവതിയും കൂടി സല്ലപിച്ചും കൊണ്ടിരിക്കണതാ കാണണത്. ദേവി അത് കണ്ടുല്ലോ. ആഹാ, ഇതിനാണ് എന്നെ അങ്ങോട്ട് കുളിക്കാൻ പറഞ്ഞയച്ചത് അല്ലേ? എന്നൊരു കാര്യമുണ്ട്, ഈ ഉള്ള കാലം രണ്ടാളും കൂടി ഇവിടെ സുഖമായിട്ട് കൂടിക്കോളൂ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ഭഗവാനോട് ഏട്ടഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ തുടങ്ങി. ഇതിനാണ് പ്രണയകലഹം എന്ന് പറയണത്. അവിടുന്ന് അങ്ങോട്ട് പോരാൻ തുടങ്ങിയപ്പോഴാണ് ആ രാവണൻ ആ സമയത്ത് ആ കൈലാസം മേപ്പെട്ടെറിഞ്ഞ് പിടിക്കണതേ. പാർവതം മേപ്പെട്ടേക്ക് അങ്ങോട്ട് പോയപ്പോൾ ദേവി ഒന്നങ്ങോട്ട് ഇളകിയപ്പോഴോ ആ തലമുടി മുറുക്കി കെട്ടിയിട്ടില്ല, തലമുടി അങ്ങോട്ട് അഴിയാൻ തുടങ്ങിയപ്പോൾ ദേവി അത് ഇങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് പിടിച്ചു. കാര്യം എന്താ, യാത്രാമധ്യത്തില് സ്ത്രീകളുടെ തലമുടി അഴിയണത് അമംഗള, നന്നല്ല. ഇന്നിപ്പോ ആരാ നോക്കണത് അല്ലേ? ചിലതിനെ കണ്ടിട്ടില്ലേ ബ്രന്ന് അഴിച്ചിട്ടിട്ടാ നടക്കുക. ഇത് അഴിഞ്ഞാലല്ലേ വൈഷമ്യമുള്ളൂ, അങ്ങനല്ല, കെട്ടിവെച്ച തലമുടി അത് അഴിയരുത്. നോക്കുമ്പോഴാണ് ആ സ്തനാവരണം അതും പിടിച്ചു. നോക്കുമ്പോൾ ഉടുത്ത മുണ്ടിന്റെ കണക്കുത്ത്, അയ്യോ, ഇത് അദ്ദേഹത്തിനോട് ഇടഞ്ഞു പോണേൻ്റെയാണ്, എനിക്ക് അദ്ദേഹം മാത്രമേ ആശ്രയമായിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഭഗവാനെ സമീപത്ത് വന്ന് അദ്ദേഹത്തിന് ആലിംഗനം ചെയ്തു. അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു, പാർവതി പേടിക്കണ്ട എന്ന് പറഞ്ഞ് പാർവതിയെ സമാധാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പാദാങ്കുഷ്ഠം കൊണ്ട്, കാലിൻ്റെ പെരുവിരൽ കൊണ്ട് പർവ്വതം ഒന്നങ്ങടെ അമർത്തിയപ്പോഴോ ലോകനായകനായിരിക്കുന്ന ശ്രീപരമേശ്വരന അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പർശം കൊണ്ട് ആ പർവ്വതം കീഴ്പ്പെട്ട് വരണതും അദ്ദേഹം അമർത്തണതും ഒരേ നേരത്താ. രാവണനോ 20 കൈകളും നീട്ടി ആ പർവ്വതം പിടിക്കാൻ സന്നദ്ധമായിട്ട് നിൽക്കുമ്പോഴാണ് ഭഗവാൻ അമർത്തുക. കാരണം രാവണനത് പിടിക്കാൻ സാധിച്ചില്ല. ആ കൈകള് പർവ്വതത്തിന്റെ ഇടയിൽ അങ്ങോട്ട് വിട്ടു. വലിച്ചു കിട്ടാതെ കണ്ട് വന്നപ്പോ രാവണന് കോപം സഹിക്കുവയ്യാതെ കണ്ട് 3 ഗർജനം ഉണ്ടായി. ആ 3 ഗർജനം കൊണ്ട് ത്രൈലോക്യം മുഴുവൻ ശബ്ദായമാനമാക്കി ചെയ്തു. രാവണന്റെ ശബ്ദം കൊണ്ട് ഇങ്ങനെ ത്രൈലോക്യം ഇങ്ങനെ കിട്ടാന്നങ്ങട്ട് ഇളകി. നോക്കിയപ്പോഴാ ഭഗവാൻ അത് കേട്ടു. ഏട്ടാ കേമാ, നിന്റെ പ്രവൃത്തിയായിരുന്നു ഇത് അല്ലേ? നന്നായി, ഭഗവാന് സന്തോഷമായി. കാര്യം എന്താ, രാവണൻ ഇങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ ദേവി ഇവിടുന്ന് അടഞ്ഞു പോവും. ദേവി അടഞ്ഞു പോയ ആളുകൾക്ക് ഇന്നത് പറയാനൊന്നുമില്ല. കേട്ടില്ലേ, ഇപ്പൊ പാർവതീ ദേവി കൈലാസത്തിലില്ലാത്രേ. ദേവി എവിടേക്കാ പോയത്? ഇപ്പൊ ഹിമവാങ്കല. അതെന്താ അവിടെ പോവാൻ കാരണം? അദ്ദേഹത്തിന്റെ ശിവന്റെ ദുർനടപ്പ് കാരണം പോയതാണേ. അതില്ലാതെ കണ്ടായത് എന്തുകൊണ്ടാ? രാവണൻ എങ്ങനെ മേപ്പെട്ടെറിഞ്ഞ് പിടിച്ചോണ്ടാ. അദ്ദേഹം ക്ഷിപ്രകോപിയാണ്, ക്ഷിപ്രപ്രസാദിയാണ്. അതിവേഗത്തിൽ പ്രസാദിച്ച് അവിടെ രാവണന്റെ പുരോഭാഗത്ത് പ്രത്യക്ഷമായി. മാത്രല്ല ഭംഗിയായിട്ട് അനുഗ്രഹിച്ചു. അല്ലേ ദശമുഖൻ വിജയീ ഭവ, അനുഗ്രഹിക്കലുണ്ടായത്. മാത്രല്ല രാവണൻ എന്നുള്ള നാമധേയം പേര് അപ്പോ അദ്ദേഹമാണ് കൊടുത്തത്. എന്താ അത് രാവണൻ എന്നുള്ള പേര് കൊടുക്കാൻ കാരണം? രവേന ത്രൈലോക്യം വിരാജ്യത്തെ യസ്യ സരാവണ. രവം കൊണ്ട്, ശബ്ദം കൊണ്ട് ത്രൈലോക്യത്തെ മുഴുവൻ നിറച്ചു വശാക്കിയത് ആരാണോ അവനാണ് രാവണൻ. അന്ന് ഭഗവാൻ കൊടുത്തതാ. അതുവരെ രാവണന്റെ പേരെന്തായിരുന്നു? ദശമുഖൻ, ദശാസ്യൻ, ദശാനനൻ, ദശകന്ധരൻ, ദശഗ്രീവൻ, ഇങ്ങനെയുള്ള നാമധേയങ്ങളാ. ഭഗവാൻ ഇന്ന് മുതല് രാവണൻ എന്നുള്ള പേരോടുകൂടി ഭവിക്കും എന്ന് പറഞ്ഞ് ചന്ദ്രഹാസം എന്ന പേരായിരിക്കുന്ന ആയുധം കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിച്ച് അവിടുന്ന് അങ്ങോട്ട് പോയി. ഇത് പാർവതീ ദേവി കണ്ടു. ഞാനും ഒന്ന് അനുഗ്രഹിക്കാം. അദ്ദേഹം അനുഗ്രഹിച്ചല്ലേ ഞാനും കൂടി അനുഗ്രഹിക്കാം. ആ രാവണൻ അങ്ങോട്ട് നടന്നങ്ങോട്ട് നീങ്ങുമ്പോ ദേവി എവിടുന്ന് വിളിച്ചു, രാവണ രാവണ. നോക്കുമ്പോഴാ ഒരു സ്ത്രീ ശബ്ദം. ഇത് എവിടുന്നാ കേൾക്കണത്? നോക്കുമ്പോഴാ എന്താ ദേവി
എന്തിനാ എന്നെ വിളിക്കണത്? രാവണ, വേറൊന്നുമല്ല, നിനക്കൊരു വരാൻ തരാൻ നിരീച്ച് വിളിച്ചതാ. ഞാൻ സ്ത്രീകളുടെ കയ്യിൽ നിന്നും വരം മേടിക്കില്ല. ആരോടാ പറയണത്? ലോകമാതാവായിരിക്കുന്ന ശ്രീ പാർവതി ദേവിയുടെ കയ്യിൽ നിന്നും വരം മേടിക്കില്ല. നോക്കുമ്പോഴാ ദേവിക്ക് കോപം സഹിക്കു വയ്യാതെ കണ്ട ഈ രാവണ, നീയെ എന്നെയും എൻ്റെ വംശത്തെയും നിന്ദിക്കുക കാരണം ഒരു സ്ത്രീ നിമിത്തം നിന്റെ വംശനാശം ഭവിക്കട്ടെ. ഒരു ശാപമുണ്ടായി. ശപിച്ചപ്പോൾ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ടെങ്കിലും രാവണൻ കാല് പിടിക്കാൻ വരുന്നാണ് ദേവി വിചാരിച്ചത്. രാവണനോ അങ്ങനെ ഒരു കാലത്ത് നശിക്കുകയാണെങ്കിൽ നശിച്ചോട്ടെ, എന്നാലും ഞാൻ കാല് പിടിക്കാൻ വരില്ല. ഒരു കൂസലില്ലാണ്ട് നടന്നു പോവുക. അത് കണ്ടപ്പോൾ തോന്നി ദേവിക്ക് ഒന്നും കൂടി ശപിക്കണമെന്ന്. ഒരാളെ ഒരു തവണ ശപിച്ചിട്ട് കാര്യമില്ലെങ്കിൽ പിന്നാലെ നടന്ന് ശപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നോക്കുമ്പോൾ നന്ദികേശ്വരനെ കണ്ടു. നന്ദി, ആ രാവണനെ പോയി ശപിച്ചിട്ട് വരൂ. ദേവി എവിടുന്ന് പോവുകയും ചെയ്തു. ഒരു ആളെ ഒരു കാരണമില്ലാണ്ട് ശപിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നന്ദികേശ്വരൻ വിചാരിച്ചു എങ്ങനെയാ അപ്പൊ രാവണനെ ശപിക്കുക. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു യുക്തി തോന്നി. ഒരു വാനരത്തിന്റെ രൂപം സ്വീകരിച്ച് രാവണൻ പോകുന്ന വഴിക്ക് വലിയ വൃക്ഷങ്ങളുണ്ടല്ലോ, ഒരു വൃക്ഷത്തിന്റെ കൊമ്പിന്റെ മുകളിലിരുന്ന് രാവണനെ ഉറക്ക വിളിച്ചു. നോക്കുമ്പോ ഒരു മുത്തം കുറയ്ക്കാൻ അവിടെ ഇരുന്ന് എന്റെ പേര് വിളിക്കുക. എന്റെ പേരിട്ടത് അവനാ തോന്നില്ലേ? എടാ വാനരം, എന്തിനാ നീ എന്റെ പേര് വിളിക്കണത്? നിനക്കൊരു വരം തരാൻ നിരീച്ച് വിളിച്ചതാണ്. ഒരു കുരങ്ങന്റെ കയ്യിൽ നിന്ന് ഞാൻ വരം മേടിക്കാനേ ദേവി ചോദിച്ചിട്ട് ഞാൻ വേണ്ടാന്നാ പറഞ്ഞത്. മാത്രല്ല, ഇങ്ങനെ ഓരോ ജന്തുക്കള് കയ്യിൽ നിന്ന് വരം മേടിച്ചു കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ കണ്ട് ശ്വാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആ മുഖത്ത് നോക്കി വിളിക്കരുതെന്ന് ചോദിച്ചിട്ടാ. ഭൗ ഭൗ അതന്നെ, എത്രയും കൗതുകമുള്ള മുഖത്ത് നോക്കി വിളിക്കാൻ തോന്നട്ടെ. ശ്വാക്കൾ എന്താ ഉണ്ടാവുക? രാവണ ഭൗ ഭൗ വരം ഭൗ, രാവണ വരം. ഇങ്ങനെയുള്ള ജന്തുക്കളുടെ കയ്യിൽ നിന്ന് ഞാൻ വരം മേടിച്ചത് കടന്നു പോ ഇവിടുന്ന്. ആക്ഷേപിച്ചു പറഞ്ഞയക്കലാണ്ടായത്. ആക്ഷേപിച്ചു പരിഹസിച്ചപ്പോ ആ നന്ദികേശ്വരന് രാവണനെ ശപിക്കാൻ കാരണമായി. രാവണ, വാനരമൂർത്തിയായിരിക്കുന്ന നീയ് എൻ്റെ ഈ രൂപം കണ്ട് എന്നെ പരിഹസിക്കുക കാരണം ഒരു വാനര നിമിത്തം നിന്റെ വംശത്തിന്റെ ഐശ്വര്യം മുഴുവൻ നശിക്കട്ടെ. ഇങ്ങനെ എന്നെ കൈലാസ ശൈല തുലനാഗസി ശാപദായി നന്ദീശ്വര, ആ കൈലാസ പർവ്വതം മേപ്പെട്ട് എറിഞ്ഞു പിടിച്ച് അവസരത്തില് നന്ദികേശ്വരൻ എന്നെ ശപിച്ചിട്ടുണ്ട്. ഒരു വാനര നിമിത്തം നിന്റെ വംശത്തിന്റെ ഐശ്വര്യം നശിക്കട്ടെ എന്ന്. കൈലാസോദ്ധരണമൊക്കെ കഴിഞ്ഞിട്ട് കാലം അനവധിയായി. എൻ്റെ ഐശ്വര്യം ദിനം പ്രതി ക്രമേണ 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 വർദ്ധിക്കുക എന്നുള്ളതല്ലാതെ കണ്ട് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. അപ്പൊ നന്ദികേശ്വരന് തോന്നിയിട്ടുണ്ടാവും ഞാൻ അന്ന് ശപിച്ചത് ഇനി ഫലിക്കാണ്ടിരിക്കുവോ? ഒരു കാര്യം ചെയ്യാ, ഞാൻ തന്നെ ഒരു വാനരത്തിന്റെ രൂപം സ്വീകരിച്ച് ലങ്കയിൽ ചെന്ന് രാവണന്റെ സർവ്വ ഐശ്വര്യം നശിപ്പിക്കാം എന്ന് വിചാരിച്ച് നന്ദീശ്വര സ്വയം ഉപാഗത ഇതി അമംസ്ത. നന്ദികേശ്വരൻ വാനരത്തിന്റെ രൂപം സ്വീകരിച്ച് എൻ്റെ ഐശ്വര്യം നശിപ്പിക്കാൻ വേണ്ടി രണ്ടാമതും എൻ്റെ മുമ്പിലേക്ക് വന്നതായിരിക്കൂ എന്ന് വിചാരിച്ചു. എന്തായാലും രാവണൻ കണക്കാക്കി ഈ വാനരം ആരാണ്, എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഇവന്റെ ദൗത്യം എന്താണ് എന്നുള്ളത് അറിയണല്ലോ. അറിയാൻ വേണ്ടി ആ രാക്ഷസ രാജാവായിരിക്കുന്ന രാവണൻ വായുപുത്രനായിരിക്കുന്ന ശ്രീഹനുമാനെ കണ്ട് ആ ശ്രീഹനുമാന്റെ പരമാർത്ഥം അറിയാൻ വേണ്ടി ഓരോന്ന് ചോദിക്കാനായിട്ട് ആരംഭിച്ചു. ആ ഹനുമാനും അതെ, രാക്ഷസന്മാർ എന്തും ചെയ്യാൻ മടിയില്ലാത്തോരാ. താൻ രാവണന്റെ ഒപ്പത്തിനൊപ്പം ഇരുന്ന് ആ ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചു. അല്ലേ സൂര്യവംശ അലങ്കാരഭൂതനായുള്ളോവേ ശ്രീരാമചന്ദ്ര, പ്രസാദിക്കണേ പ്രസാദിക്കണേ, അടിയന് അവിടുന്ന് മാത്രമേ ആശ്രയായിട്ടുള്ളൂ രാമചന്ദ്ര, പ്രസാദിക്കണേ എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രാവണൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആഗ്രഹിച്ച് ഭഗവാനെ വന്ദിച്ച് എവിടെ വർത്തിക്കുകയും ചെയ്തു. ആ ശ്രീരാമചന്ദ്രനും അതെ, ഹനുമാൻ തിരിച്ചെത്തിയിട്ട് വേണം സീതയെ കണ്ടുവോ കണ്ടിട്ടില്ലേ എന്താന്നുള്ളത് അറിയാൻ എന്ന് വിചാരിച്ച് അനുജനായിരിക്കുന്ന ലക്ഷ്മണൻ സുഗ്രീവാദി വാനര വീരന്മാര് എല്ലാവരോടും കൂടെ മതങ്കാശ്രമത്തെങ്കിൽ ഇരുന്ന് ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ചും കൊണ്ട് എവിടെ വർത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ യാതൊരു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ പരമഭക്തനായിരിക്കുന്ന ഹനുമാന്റെ പ്രത്യാഗമനത്തെയും പ്രതീക്ഷിച്ചും കൊണ്ട് അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും സുഗ്രീവാദി വാനര വീരന്മാരോടും കൂടെ മതങ്കാശ്രമത്തിങ്കൽ ആയവട വർത്തിക്കുകയും
ചെയ്തു. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ഈ പുണ്യഭൂമിയിൽ ഇങ്ങനെ ഒരു അവതരണം നടത്താൻ അവസരം തന്ന എല്ലാ സന്മനസ്സുകൾക്കും ഞങ്ങളുടെ വിനീതമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. മാത്രമല്ല ഇത്ര നേരം ഇത് വീക്ഷിച്ചിരുന്ന എല്ലാ സഹൃദയർക്കും ഞങ്ങളുടെ പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.